കൈവെടിപ്പായിരിക്കണം. കൈ മലർത്തുമ്പോൾ ഇതിനകത്ത് അകൃത്യമൊന്നും കാണരുത്. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും, അങ്ങനെ നിർവചനം. ഏത് സദസ്സിലും ഏത് സ്ഥലത്തും പ്രാഗൽഭ്യത്തോടെ കൈ ഉയർത്താം. ദൈവദാസന്മാരാണ് നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ദൈവമൊക്കെ നന്മ തരും. അത് മെതിക്കുന്ന കാണിക്ക് നോക്കട്ടെ കേട്ടത്. പക്ഷെ ചതിച്ചും സൂത്രം കാണിച്ചും വഞ്ചിച്ചും, എന്റെ ഭാഷ കുതികാല് വെട്ടി ഭീഷണിപ്പെടുത്തി 90 സങ്കീർത്തനം 12 മാറ്റി ഒരപേക്ഷ അല്ല, അപേക്ഷയല്ല, ഒരു ചെറിയ കൽപ്പനയായിട്ട് എടുക്കണ്ട. ഈ വാക്യം കാണിക്കുന്ന അങ്ങ് മാറ്റണം. എല്ലാവരും നോക്കിയിരിക്കുക. എല്ലാവരും വേദപുസ്തകം എടുക്കട്ടെ. വാക്യം കാണിക്കണ്ട. മോനും വാക്യോട് വേദപുസ്തകം എടുക്കും. ഇത് നല്ലതാ. പക്ഷെ ഇങ്ങനെ നോക്കിയിരുന്നാൽ വചനത്തിൽ തിട്ടാൻ പറ്റില്ല. താമസിച്ചാലും എളുപ്പമാണെങ്കിലും താള് മറിച്ചെടുത്തെങ്കിൽ ഇത് തിട്ടാൻ വരുമ്പോൾ. അപ്പൊ പഴയ പാട്ടുകളൊക്കെ പാടുമ്പോൾ എല്ലാവർക്കും അറിയത്തില്ല. അത് വേണേ ഒന്ന് കാണിച്ചു കൊടുത്ത് താല്പര്യമാണെങ്കിൽ. അപ്പൊ ഈ വേദപുസ്തകം എടുത്ത് തിരുവചനം വായിക്കുന്നതാണ് നല്ലത്. 90 സങ്കീർത്തനം 12 വാക്യം ഒന്നുകൂടെ വായിച്ചു. ഞങ്ങൾ ജ്ഞാനമുള്ളവരുടെ ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഈ സങ്കീർത്തനം സാധാരണ എപ്പോഴും എല്ലാവരും വായിക്കത്തില്ല. 90 സങ്കീർത്തനം വായിക്കുന്ന സമയവും സാഹചര്യവും ഒക്കെ നിങ്ങൾക്ക് അറിയാം. സാധാരണ കുടുംബ പ്രാർത്ഥനയിൽ ഈ സങ്കീർത്തനം പലരും വായിക്കാറില്ല. പിന്നെ ചില വീടുകളില് ഓളറായിട്ട് വായിക്കുന്നവരുണ്ട്. അപ്പൊ 89 കഴിഞ്ഞത് വായിച്ചു പോകും. അതല്ലാതെ ഒരു കുടുംബ പ്രാർത്ഥനയില് 90 സങ്കീർത്തനം മിക്ക ആൾക്കാരും വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ 91 എനിക്ക് വരും വായിക്കും. തൊട്ടടുത്ത് കിടക്കുന്ന സങ്കീർത്തനമാണ്. എന്നാൽ 90 സങ്കീർത്തനം എപ്പോഴും വായിക്കത്തില്ല. തന്നെ ഇത് വായിക്കുന്നത് മിക്കപ്പോഴും ശവസംസ്കാര ശുശ്രൂഷകളില്ല കൂടുതലും വായിക്കുന്നത്. അതും ചില ഉപദേശിമാര് തെറ്റിക്കുന്നതാണ്. അടുത്ത കാലത്ത് ഒരാൾ ശവസംസ്കാരത്തിൽ ചെന്നപ്പം 90 സങ്കീർത്തനം വായിച്ച പുള്ളി തെറ്റുപറ്റും. ആർക്കും തെറ്റുപറ്റും. ഒരു വാക്യം തെറ്റിച്ചു, ഞാനൊന്ന് നോക്കി, തെറ്റുപറ്റുമല്ലോ. രണ്ടാമത്തെ വാക്യവും തെറ്റിച്ചു, ഞാനൊന്നുകൂടെ ഒന്ന് നോക്കി. കാരണം ഹൈന്ദവരും അക്രൈസ്തവരും മറ്റുള്ളവരെല്ലാം നിൽക്കുക. മൂന്നാമത്തത് തെറ്റിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് ഇതുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല. ഞങ്ങളുടെ കൊച്ചമ്മ പറഞ്ഞ രാവിലെ ഒത്തവെടുത്ത് കറ്റത്ത് വെച്ച് കളസം ഇട്ടുകൊണ്ട് ഇറങ്ങുന്നതേ ഉള്ളൂ. ഇതുമായിട്ട് വലിയ തിട്ടമില്ല. പിന്നെ പൊതുരംഗമല്ലേ മിണ്ടരുത് പോട്ടെന്ന് കൊടുത്ത് 4ാമത്തെ വാക്യവും തെറ്റിച്ചു. അന്നേരം പിന്നെ ഞാൻ മൈക്കിങ് മേടിച്ചേക്ക് പറഞ്ഞു, നീ വായിക്കണ്ട പോകാൻ പറഞ്ഞു. വേറെ കൊടുത്ത് തെറ്റിക്കരുതെന്ന് പുള്ളി ശ്രദ്ധിച്ചാൽ വായിച്ചു. അപ്പൊ ചിലർക്ക് ഇതുമായിട്ട് വലിയ പൊരുത്തമില്ല. വിവാഹ ശുശ്രൂഷകളിൽ, ശവസംസ്കാര ശുശ്രൂഷകളിൽ പെന്തിക്കോസ്തുകാർ മാത്രമല്ല, നാനാജാതി മതസ്ഥരും. അപ്പോൾ പൊതുവിൽ വാക്യം വായിക്കാൻ കൊടുക്കുന്നവർക്കും കൊടുക്കുന്നവരും വളരെ ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്യാൻ. നമ്മൾ അകത്താകുമ്പോൾ വലിയ കുഴപ്പമില്ല, നമ്മളൊക്കെ ഉള്ളൂ. പണ്ടൊരാൾ പറഞ്ഞ പോലെ ഞാനും അച്ഛനും സമം എന്ന് പറഞ്ഞ പോലെ അകത്താകുമ്പോൾ കുഴപ്പമില്ല. വിവാഹ ശുശ്രൂഷകളിലും ശവസംസ്കാര വേളകളിൽ നാനാജാതി മതസ്ഥരും. അപ്പൊ ഈ വാക്യം വായിക്കുന്ന ആൾക്കാര് തെറ്റിച്ചാൽ അത് നമ്മുടെ സഭയ്ക്കും ക്ഷീണമാ, നമുക്കെല്ലാം ക്ഷീണമാ. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തന്നെ ഞാൻ കർത്താവിന്റെ ദാസന്മാരോടും ദൈവമക്കളോടൊക്കെ പറയും, പൊതുരംഗങ്ങളിൽ വായിക്കുന്ന കുറെ ഭാഗമുണ്ട്, അതൊക്കെ ഒരുമാതിരി തിട്ടമായിരിക്കണം. കൊടുക്കൽ എഴുതിയ 1-ാം ലേഖനം 15, 90 സങ്കീർത്തനവും 22 സങ്കീർത്തനവും ഏശയ്യാവ് 53 ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കൊടുക്കൽ എഴുതിയ 1-ാം ലേഖനം 15, 23 ഒക്കെ ഏകദേശം ഒരു മനഃപ്പാഠമായിട്ടിരിക്കുന്നത് നല്ലതാണ്. പിന്നെ എല്ലാവർക്കും ഓർമ്മയില്ലെങ്കിൽ ഇത് കൂടെ വായിച്ച് ഹൃദയസ്ഥമാക്കുന്നത് നല്ലതാണ്. ആട്ടെ, ആ ഭാഗം വിടാം. അപ്പൊ ഈ 90 സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. നിങ്ങൾക്കറിയാം സങ്കീർത്തനം എത്ര സങ്കീർത്തനം ഉണ്ട് മോളെ? നോക്കാതെ പറ. 100 ഉറപ്പിക്കാമോ?
അവ 150 സങ്കീർത്തനങ്ങളാണ്. ഈ 150 സങ്കീർത്തനങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. ഇപ്പോഴേ ഈ കൊച്ചി ഏരിയ അല്ലെ എറണാകുളം ജില്ലയിലുണ്ടോ എന്നറിയത്തില്ല, ഈ വട്ട് പിടിച്ച കുറെ ഉപദേശിമാരുണ്ട്. യവന്മാര് പറയുന്ന സങ്കീർത്തനം ഒന്നും വായിക്കരുതെന്ന എല്ലാം വെളിവുകേടാ. സങ്കീർത്തനം വായിക്കരുത്. അത് പേടിച്ചപ്പോ ചില സഭകളിൽ ഉപദേശിമാർ ഇപ്പൊ ഇത് വായിക്കുന്നില്ല. അവരും ഇരുന്ന് പുറത്തുണ്ടായോ 2 or 3 വർഷമായി ഇരുത്തുക അല്ലെ പറയാം. ഞങ്ങൾ പുള്ളിയെ 3 കൊല്ലം ഇരുത്തി 3 കൊല്ലം. അപ്പൊ പുതിയ ഉപദേശക്കാർ പറയുന്നത്, ഭാഷണോപദേശക്കാരും ബിരുദോപദേശക്കാരും സങ്കീർത്തനമൊന്നും വായിക്കരുതെന്നാണ്. പേര് പറയുന്നതിൽ ഒരുത്തർ ചോദിച്ചു പോലും ഇത് ഒന്നിച്ചു കുത്തിക്കെട്ടിയത് ആരാണ്, ഏതാ പഴയ നിയമം, അവനതാ അറിയണ്ടേ. ഇതൊന്നിച്ച് വേറൊരു വട്ടം ഒരിക്കൽ ചോദിച്ചു, പഴയത് മുഴുവൻ അങ്ങ് കീറിക്കളഞ്ഞേക്ക. നമ്മള് ശത്രുതയോട് അവരെ കാണണ്ട, ഇവനെല്ലാം നല്ല ബുദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. ദൈവമേ കൊട തെറ്റിയവന്മാര് കുറെ എണ്ണമുണ്ട്, ഇവനെല്ലാം ദൈവം നല്ല ബുദ്ധി നശിച്ചു പോകണ്ട. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, എല്ലാ തിരുവെടുത്തും ദൈവശ്വാസം. നിങ്ങൾ ഈ വേദപുസ്തകം മുഴുവൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനിപ്പം ഇങ്ങോട്ട് വന്നപ്പോ സഹോദരന്മാരോട് പറഞ്ഞു, അത് നിങ്ങളെ കണ്ടപ്പോ ഇളകി പറഞ്ഞൊന്നുമല്ല. മധ്യതിവിടെ തിരുവിതാംകൂറിലും ആ ഭാഗത്തുള്ള ദൈവങ്ങളെക്കാളും ആത്മീയമായിട്ട് ഉത്സാഹവും തീക്ഷണതയും ഈ തീരദേശത്തുള്ളവർക്കാണ്. അത് നിങ്ങളെ പുകഴ്ച ഒന്നും പറഞ്ഞതല്ല. അത് ആ തെറ്റിദ്ധാരണ മാറരുത് കേട്ടോ. തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിനെ വിടരുത്. ഇവിടെ പാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ നല്ല ഉത്സാഹമുള്ള ദൈവമക്കളാണ്. ഞാൻ മിക്കപ്പോഴും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. അപ്പോൾ ഈ വേദപുസ്തകത്തിലെ പ്രതിപാദ്യ പുരുഷൻ നസറേയനാകുന്ന യേശു ക്രിസ്തു. ഇതിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. അതാണ് നമ്മൾ തീത്തോസ് വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പൊ സകല മനുഷ്യന്റെ രക്ഷകനാകുന്ന നസറേയനാകുന്ന യേശു ക്രിസ്തു, അതാണ് ഇതിലെ പ്രധാന വിഷയം. അപ്പോൾ ഇതിലെ പ്രതിപാദ്യ പുരുഷൻ നസറേയനാകുന്ന യേശു ക്രിസ്തു, ഇതിലെ പ്രധാന വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഈ 2 വിഷയത്തോട് ബന്ധപ്പെട്ട വേദപുസ്തകം മുഴുവൻ അങ്ങനെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ എഴുതി നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി പ്രഭാവം നസറേയനാകുന്ന യേശു ക്രിസ്തു. അത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ നിങ്ങളെ പഠിച്ച് ധ്യാനിച്ച് നോക്കിക്ക് എല്ലാ വാക്യങ്ങളും എല്ലാ ഭാഗത്തും അവൻ നിലനിൽക്കുന്ന ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തുവാണ്. ഈ 150 സങ്കീർത്തനം അത് മുഴുവൻ യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. ശ്രദ്ധിച്ചേ, ധാരാളം വാക്യങ്ങളുണ്ട്. 2 വാക്യം ഇപ്പം വായിച്ചു, 2:12. പെട്ടെന്ന് വായിച്ചു, 2:12. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചൂണ്ടിക്കണം. കേട്ടോ, ആ പുത്രൻ മറ്റാരുമല്ല, നസറേയനാകുന്ന യേശു ക്രിസ്തുവാണ്. അപ്പൊ ഈ സങ്കീർത്തനത്തിലെല്ലാം കൊടുത്തിരിക്കുന്നത് പുത്രനെ പറ്റിയാണ്. അവിടെ നിന്ന് സ്നാനപ്പെടുമ്പോൾ സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ. അത് കഴിഞ്ഞ് ശുശ്രൂഷ തുടങ്ങുന്നത്. സ്നാനം കഴിഞ്ഞ് പരീക്ഷിക്കാൻ വന്നു, ജയിച്ചു. പിന്നെ ഗലീലയിലോട്ട് പോയി ശുശ്രൂഷ ആരംഭിക്കുക. ശുശ്രൂഷയെല്ലാം തികച്ച് ഏതാണ്ട് തീരുന്ന സമയത്ത് കർത്താവ് പ്രാർത്ഥിക്കാൻ മറുരൂപമല്ലേ പോയി. ശിഷ്യന്മാരും കൊണ്ട് കൂടെ. അന്നാലോ സ്വർഗം ഒന്ന് തുറന്നു, ഒരു ഇടിമുഴക്കവും. ആ ധരിച്ച വസ്ത്രം ഭൂമിയിൽ ഒരു അലകുകാരനും അല്ലെങ്കിൽ വെളിപ്പാൻ കഴിയാത്തതുപോലെ വെണ്മ. 1-2 പേര് വന്ന് സംഭാഷിക്കുകയും ചെയ്യുക. അപ്പൊ അന്നേരം ഒരു ശബ്ദം, ഇവൻ എന്റെ പുത്രൻ, ഇവനെ ചെവി കൊടുക്കുക. അപ്പൊ ഇതിന് അർത്ഥമല്ല, ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ സ്വർഗം സാക്ഷിച്ചു എന്റെ പുത്രനാണ്. ആ ശുശ്രൂഷയെല്ലാം തീരുന്ന മുറിക്കും പുള്ളി സാക്ഷിച്ചു, ഇവൻ പുത്രൻ തന്നെയാണ്. പലരും ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ മേടിന്ന് പറയും, ഇവൻ എന്റെ പുത്രനാണ്. ഏതാണ്ട് തീരുന്ന വരുവാകുമ്പോ മേളിന്ന് പറയും, ഇവൻ പരുവക്കാടായിരുന്നു. ഇങ്ങനെ ഇറങ്ങിയ ദീക്ഷ ഇപ്പം അന്നിപ്പം കമല് മാല ഇടരുതെന്ന് പറഞ്ഞു, ഇപ്പൊ ഇവൻ ഇടാന്നാണല്ലോ.
പോലെ അതാ ഇവൻ കുടിക്കരുതെന്ന് തീർത്ത് പ്രസംഗിച്ചവരാണല്ലോ. ഇപ്പം ഇവന്റെ പിള്ളേരും അമേരിക്ക പോയി വീശുന്നുകൊണ്ടാകും പറഞ്ഞുകൊണ്ട് അധികരണം നിന്നത്തെ വെച്ച ഈ ബന്ധത്തിന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. എന്നെ ബഹുമാനിയായ സഹോദരന്മാരോടും ദൈവമക്കളോടും പറയാം, ഇതിനിറങ്ങിയപ്പോ സ്വർഗം സാക്ഷിച്ച എന്റെ പുത്രൻ ഇത് തീരുമ്പോഴും അങ്ങനെ തന്നെ പറയുന്നില്ല. എന്റെ ഭാഷ പറഞ്ഞ തീരുമ്പോ പറയണം, അവൻ ഇറങ്ങിയതിനേക്കാളും കുറച്ചുകൂടെ ശക്തമാണ്. ആത്മാവിൽ ആരംഭിച്ചിട്ട് ജനത്തിൽ അവസാനിക്കരുത്. ഇതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. ഇതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യവീട്ടിലെത്താനിനി അല്പദൂരം മാത്രമേ, നിത്യവീട്ടിലെത്താനിനി അല്പദൂരം മാത്രമേ. അസമയം പാഴാക്കാതെ ഉണർന്നു കൊള്ളാം, അസമയം പാഴാക്കാതെ ഉണർന്നു. നിത്യവീട്ടിലെ അല്പദൂരമേ ഉള്ളൂ. അല്പസമയം കൊണ്ട് ഒന്നും നശിപ്പിച്ചു കളയും. ആരംഭത്തെക്കാൾ അവസാനമേറെ നല്ലതാണ്. അവൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ സ്വർഗം സാക്ഷിച്ചു എന്റെ പുത്രന്. തീരുന്ന സമയത്ത് അത് തന്നെ ആ സാക്ഷി. രണ്ടാം സങ്കീർത്തനത്തിൽ പറഞ്ഞ ആ പുത്രനെ ചൂണ്ടിക്കണം. സങ്കീർത്തനത്തിൽ കർത്താവിനെ പറ്റിയല്ലേ, അതിലെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാര് ചിലർ വിശ്വസിച്ചില്ല. കാരണം എമ്മോസിലോട്ട് പോവുക യെരൂശലേമിൽ നിന്ന്. രണ്ടുപേര്, ഒരുത്തന്റെ പേര് എഴുതിയിട്ടുണ്ട്, എന്തുവാ, ക്ലയോപാവ്. മറ്റേത് കൂടെ ഒരാളുണ്ട്. രണ്ടുപേരുടെ പോയി പോകപ്പെടും പറഞ്ഞുണ്ടാകും. എന്നാലും പെണ്ണുങ്ങള് കളം പറഞ്ഞാൽ പറഞ്ഞാല് അറിയാം മിക്കവാറും കളം പറയാൻ. അങ്ങനെ ഇവര് ഭ്രമിച്ചായി പോകുന്നത്. എന്നാലും ഇങ്ങനെ തർക്കിച്ച് ബാധിച്ച പോലെ അവരുടെ കൂടെ വന്നു. ഏതായാലും സഹോദരൻ വന്നു, നന്നായി. എവിടെ വീട് ചോദിച്ചു പോവാ, ഒരു വഴിപോക്കനെ പോലെ ഇവർക്കങ്ങ് തോന്നുക, പരദേശിയെ പോലെ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം നിങ്ങൾ ഈ പറഞ്ഞാണ്ട് പറഞ്ഞോട്ട് പോകുന്നു. ഓ എന്റെ അച്ഛാവൊന്നും പറയണ്ടേ, ഞങ്ങൾ ഒരു തന്റെ കൂടെ 2-3 കൊല്ലം പടലും വലയെല്ലാം വലയും കണ്ണിയും കൂട്ടി. ഇനിയിപ്പോ അത് കുട്ടിക്കെട്ടിലും വേണം. പടത്തിന്റെ പടി 3-4 കൊല്ലമായിട്ട് എടുക്കാതിരുന്നേ നെയ്യ് തേക്കുന്നതാണ്. കരവിടെ നിന്ന് യോഗമായതുകൊണ്ട് നെയ്യ് തേക്കാനൊന്നും പരിമക്കേടായി. അയാള് യാഗം ചെയ്ത് ഞങ്ങളുടെ കൂടെ മറ്റേ പെണ്ണുങ്ങളുണ്ടാകുന്നത് വലിയ ഉണർവുകാരാണ്. യോന്മാരും ഞാൻ ചെയ്തു പറഞ്ഞ് ഇവിടെ ഉയർന്നു. ഞങ്ങളൊട്ട് ഇതുവരെ കണ്ടു. ഞങ്ങളുടെ തർക്കിച്ചും മഹാദിച്ചും കർത്താവ് മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് അടുത്തത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന്. അങ്ങനെ എടുത്ത് വായിച്ച 24 സങ്കീർത്തനം 24 അല്ല, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് അപ്പൊ സങ്കീർത്തനങ്ങളിൽ അവിടത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. അന്നേരം വട്ടന്മാര് പറഞ്ഞ സങ്കീർത്തനം വായിക്കരുത്. ഇവരെല്ലാം വെളിവുകളല്ലാതെ പ്രവചന അഭിപ്രായമല്ല. അങ്ങനെ ദൈവത്തിന് മഹത്വം. സങ്കീർത്തനത്തിൽ കർത്താവിനെ പറ്റി എഴുതിയിരിക്കുക. എന്നാലും പറയാ വായിക്കുന്നു. പിന്നെ പറയാനറിയാമല്ലേ നീ വായിക്കാതിരിക്കുന്നതാ. പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനത്തിലും മോശയുടെ ന്യായപ്രമാണത്തിലും ഒക്കെ തന്നെ പറ്റി എഴുതിയത്. അതുകൊണ്ട് തെളിയിച്ചു കൊടുത്തു. അത് തെളിയിച്ചു കൊടുത്തപ്പോ അവര് പിന്നെ പറഞ്ഞു ഉള്ളം കാത്തി. അങ്ങനെയെങ്കിൽ സങ്കീർത്തനത്തിന് ധ്യാനിച്ചാലും ഉള്ളം കാത്തു. ലേഖനത്തിൽ നിന്ന് ധ്യാനിച്ചാലും ഉള്ളം കാത്തു. ഉൽപ്പത്തിയിൽ നിന്ന് ധ്യാനിച്ചാലും ഉള്ളം കാത്തു. ലേവ്യ പുസ്തകത്തിൽ നിന്ന് ധ്യാനിച്ചാലും ഉള്ളം കാത്തു. എല്ലാ തിരുവഴുത്തും ദൈവവിശ്വാസിയാണ്.
അപ്പൊ സങ്കീർത്തനത്തിലെല്ലാം കർത്താവിനെ പറ്റിയാ. മോൾ ഉറങ്ങാമോ? അല്ലേ മിടുക്കി ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, തന്നെ പറ്റി എഴുതിയതെല്ലാം കൊണ്ട് തെളിയിച്ചു കൊടുത്തു. സങ്കീർത്തനത്തിൽ കർത്താവിനെ പറ്റി 2:12 വായിക്കുക. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചോദിക്കണം. അല്ല, 22-ാം സങ്കീർത്തനം മുഴുവൻ കഷ്ടാനുഭവങ്ങളല്ലേ? 22-11 മുതൽ വായിച്ച് കഷ്ടപ്പെടുത്തിരിക്കാൻ എന്നെ അകന്നിരിക്കരുത്, സഹായിപ്പാൻ എനിക്ക് ആരുമില്ല. അനേകം ആളുകളെ പറഞ്ഞു സിംഹപോലെ എന്റെ നേരെ വായുടക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂങ്ങിപ്പോകുന്നു. പിന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ അയ്യോ, നിങ്ങൾ ആ ഭാഗം കൊണ്ട് വായിച്ച് അവിടുന്ന് നമുക്ക് വേണ്ടി അനുഭവിച്ച ബന്ധപ്പാടുകൾ, ബന്ധങ്ങളും കഷ്ടാനുഭവങ്ങൾ ആത്മാവിൽ കണ്ടിട്ട് സങ്കീർത്തനങ്ങൾ എഴുതി വെച്ചിരിക്കുക. ഈ ഭാഗം വായിക്കുമ്പോൾ കാൽവരിയിലേക്ക് നോക്കണം. പീലാത്തോസിന്റെ കർത്തവ്യം മുതൽ കാൽവരിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഭാഗമാണ് 22-ാം സങ്കീർത്തനത്തിലെല്ലാം കർത്താവിനെ പറ്റിയാണ്. അതുകൊണ്ട് സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ്. അതൊന്നും വായിക്കാതിരിക്കരുത് കേട്ടോ. ദൈവത്തിന് മഹത്വം മാത്രമല്ല, ഒരു ദിവസം കൂടെ തരാം. ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ജീവിച്ചിരുന്ന ശുശ്രൂഷ ചെയ്യുമ്പോഴൊക്കെ പറയുമായിരുന്നു മരിക്കുമെന്ന്. ഒടുവിൽ അതുപോലെ സംഭവിച്ചു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അരിമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. മറിയയ്ക്ക്, ജയഭാമിന്, 12 പേർക്ക്, എമ്മോസിപ്പോർക്ക് കടക്കര വെച്ച് ബദാന്തി വെച്ച് മുറിയടക്കിട്ടപ്പോൾ തോമാസ് ഉള്ളപ്പോൾ ശേഷം പേർക്ക് 500-ൽ പേർക്ക് ഓരോ ഒടുവിൽ അകാല പണികളെ എനിക്കും എല്ലാവരും പ്രത്യക്ഷപ്പെട്ട ഒടുവിൽ ഇവരെ എല്ലാം ബദാനിയോടെ കൂട്ടിക്കൊണ്ടുപോയി അന്ത്യകൽപ്പനയും കൊടുത്തു. നമുക്കറിയാം, മത്തായി 28, മാർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തല പ്രവൃത്തി 1 അന്ത്യകൽപ്പന കൊടുത്തു. കൊടുത്തത് ഇങ്ങനെ, ശക്തി വരും, ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ വെളിയിലോട്ട് ഇവിടെ ഇരിക്കണം, കാത്തിരിക്കണം. ഇതെല്ലാം പറഞ്ഞിട്ട് അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. ശിഷ്യന്മാരെല്ലാം നോക്കി നിൽക്കുമ്പോൾ അവിടുന്ന് വെളിയിലോട്ട് പോവാം. ഒരു മേഘം വന്ന് മൂടി മറച്ചു. അവിടുന്ന് അവരുടെ കാഴ്ചയ്ക്ക് മറന്നിട്ട് കണ്ടുവെട്ടിക്കാൻ നോക്കി നിൽക്കുക. ഒടുവിൽ ഇവര് വാർത്ത മാറിന് മൂടി വന്നു. അന്നേരം ഒരു 120 പേര് കൂടുന്ന 12-ാം വാക്യം വായിച്ച 1-12 അപ്പോസ്തല പ്രവൃത്തി. അവർ യെരൂശലേമിന്റെ സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. യെരൂശലേമിലോട്ട് വന്നു അടുത്തത്. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, അപ്പോൾ ഏതാണ്ട് 120 പേര് കൂടുന്ന ഒരു സംഘം ഇവരൊന്നിച്ചു കൂടിയിരുന്നപ്പോ ദൈവാത്മാവ് വന്നുമില്ല, പരിശുദ്ധാത്മാവ്. അപ്പൊ പറഞ്ഞത് കാര്യം ചെയ്യേ, നമ്മുടെ കൂട്ടത്തിലൊരുത്തനുണ്ടായിരുന്നു ഒരു നാശയോഗ്യൻ. അവനെ നാശോപ്പിച്ചു പോയി, തീർന്നു. കുടലുമെല്ലാം കുറിച്ച് ആ വാക്ക് താഴോട്ടൊന്ന് വായിച്ചു. യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമ്യായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, യെരൂബേലായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട പ്രാർത്ഥന കഴിച്ചു പോന്നു. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടുന്ന ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരെ സഹോദരന്മാരായ പുരുഷന്മാരെ അവരോട് താഴോട്ട് പഠിച്ചു വരുമ്പോൾ സഹോദരന്മാരായ പുരുഷന്മാരെ യേശുവിനെ പിടിച്ചു കൊടുക്കാൻ മടികാട്ടിയായി യൂദ ഇവൻ കൊട്ടിക്കൊടുത്തു. അനേകരുടെ കൂലി അവൻ ബോധിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അനേകരുടെ കൂലി ഒന്നും നമ്മുടെ കൈ കാണരുത്. നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. നീതിക്ക് നിരക്കാത്ത 1 രൂപ നമ്മുടെ കൈ വരരുത്. വന്നാൽ ഗുണമാകുകയാണ്. സ്തോത്രം. മറ്റൊരാളെ ചതിച്ച് വഞ്ചിച്ച് സൂത്രം ഒപ്പിച്ച് ഒന്നും 1 പൈസ നമ്മുടെ കൂടാരത്തിൽ വരരുത്. എന്നാൽ ശരിയാകും. എനിക്കറിയാം, പറഞ്ഞാൽ നിങ്ങൾ കാണുന്നു, ഈ ചില സഭകളിലെ ചില സെൻട്രൽ പാസ്റ്റർമാര് കൈക്കൂലിയൊക്കെ മേടിച്ചാൽ നല്ല സഭ കൊടുക്കുന്നത്. എല്ലാ സഭയിലുമല്ല, എല്ലാ സെൻട്രൽ പാസ്റ്റർമാരുമല്ല. നിങ്ങൾ പറയാ, അവരൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ
പേരൊക്കെ പറയാം. അതിന്റെ ഗതി വരത്തില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളും വലിയവരും കൊണ്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അത് കൈക്കൂലിയായിട്ടല്ല കൊടുക്കുന്നത്. അപ്പച്ചനെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പച്ചനെ ഇടയ്ക്കിടയ്ക്ക് പോയി സന്തോഷിപ്പിക്കുന്ന ഒരപ്പച്ചന് 25,000 കൊടുത്തപ്പോ അപ്പച്ചൻ പറഞ്ഞു ഇത് കുറഞ്ഞു പോയി ജോലിക്കുട്ടിന്ന്. ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം അപ്പച്ചൻ പോയത് എങ്ങനെയാണെന്നറിയാമോ? അനാവശ്യം മുഴുവൻ പറഞ്ഞ് അമേത്യന്മാര് കുത്തിയിൽ പറഞ്ഞു ആ കൈ കൊണ്ടാ മേടിച്ചത്. ഇത് പറയുമ്പോ ഞാൻ ഭയത്തോടാ പറയുന്നത്. ആ കൈ കൊണ്ടാ മേടിച്ച് ആ കൈ കൊണ്ട് തന്നെ ഉച്ചിഷ്ടമാര് പിട്ടിയെറിഞ്ഞ് ആദ്യ തലയിലും തൂത്ത് ഇത് തലേ തൂത്തായിരുന്നത് പ്രയാസമാണ് ഓർത്തോണം. നമ്മളൊന്ന് ചിന്തിച്ചേ, കൈവെടിപ്പായിരിക്കണം. കൈ മലർത്തുമ്പോൾ ഇതിനകത്ത് അകൃത്യമൊന്നും കാണരുത്. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും, അങ്ങനെ നിർവചനം. ഏത് സദസ്സിലും ഏത് സ്ഥലത്തും പ്രാഗൽഭ്യത്തോടെ കൈ ഉയർത്താം. ദൈവദാസന്മാരാണെന്ന് നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ദൈവമൊക്കെ നന്മ തരും. അത് വലിക്കുന്ന കാലയ്ക്ക് നോക്കട്ടെ കേട്ടത്. പക്ഷെ ചതിച്ചും സൂത്രം കാണിച്ചും വഞ്ചിച്ചും, എന്റെ ഭാഷ പുതികാല് വെട്ടി ഭീഷണിപ്പെടുത്തി ഇത്ര രൂപ തന്നില്ല നിന്നെ പറ്റി എഴുതും. എത്ര പേര് കാശ് കൊടുത്തെന്ന് അറിയാമോ? അവസാനം എന്ത് ചെയ്യും? നിങ്ങൾ ചിലരെന്നെ ഇങ്ങനെ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്ത്? ഭീഷണിപ്പെടുത്തി എന്ത് ചെയ്യാൻ? വിധിക്കുന്നത് ദൈവമാണ്. പക്ഷെ ഇതൊക്കെ കാണുമ്പം അവരെ വിധിക്കണ്ട, ഞാൻ നിങ്ങൾ കുറച്ചുകൂടെ ഭയത്തോടെ ജീവിച്ചു. അതിനാ ഞാനിത് പറഞ്ഞത്. നമ്മളവരെ വിധിക്കണം, അതൊക്കെ അവർക്ക് കുളി കൂടെ തീർത്തോളും. ഞാനും വിധിക്കുന്ന സമയത്ത് അവർ കണക്ക് പറഞ്ഞോളൂ. നമ്മളെന്തിനാ കേൾക്കൊണ്ടല്ല അവരെ കൊണ്ട് ഉപയോഗിക്കുന്നത്? പക്ഷെ ഇതൊക്കെ കാണുമ്പം ഞാനും നിങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമപ്പെടുത്തുക. മുഴുകാലേഖനം പഠിപ്പിക്കുന്നത് പോലെ ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുക. ലോകാവസാനം വന്നെത്തിരിക്കുന്നത് നമുക്ക് ബുദ്ധിയോപദേശത്തിനായിട്ട് തന്നിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. കൈവെടിപ്പായിരിക്കണം. അവൻ അനീതികളെ കൂലി കൊതിച്ചെന്ന അങ്ങനെ 30 വെള്ളിക്കാശ് അങ്ങനെ ഒന്ന് മാറ്റം വായിച്ചേ. അപ്പൊ ഇവൻ അവരോട് തന്നെ പറഞ്ഞു, ഞാൻ പുള്ളിയെ കാണിച്ചു തരാം, എനിക്ക് എന്നാ തരുമെന്ന്. അവര് പറഞ്ഞു ഇത്ര അത് പോരാ, അതിന് ഇവന് 30 മുഷ്ടി കൊടുക്കാൻ ഒരു കാര്യമുണ്ട്. ഈ 12-ാം അധ്യായത്തില് മറിയ കൊണ്ടുവന്ന് സ്വച്ഛതയുടെ വംശത്തായാലും അത് 300. അത് ഇവന്റെ പോക്കറ്റ് വരേണ്ട വംശമുണ്ട്. കാരണം പണസംഖ്യ അവന്റെ അന്ത്യയാത്ര ഇവൻ അടിച്ചു മാറ്റുന്നവനാണ്. അപ്പൊ അത് ഇവന്റെ കൊടുത്തിരുന്നെങ്കിൽ 300 വെള്ളി അത് വിറ്റ് 300 എടുത്ത് സഭയുടെ അക്കൗണ്ട് കിട്ടേച്ച് ഇവനും പെമ്പളയ്ക്ക് പിള്ളേർക്കും അത് അടിച്ചു മാറ്റി. അത് ഇയാള് കാരണമാണല്ലോ. അന്ന് 300ക്ക് 300 30 സൂട്ട് കൊടുത്തു പറഞ്ഞു. എന്റെ അക്കൗണ്ടിൽ വരേണ്ട 300 വെള്ളിക്കാശ് ഇയാള് കാരണം പോയി. അന്നാ ഇവരെ 30 ഞാൻ 10 രൂപയിലൊരുത്തനാം യൂതൻ വരുന്നു തത്തയെ കാണിച്ചു കൊടുപ്പാൻ. 10 രൂപയിലൊരുത്തനാം യൂതൻ വരുന്നു തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ആ കഷ്ടം കഷ്ടം തന്തയെ കാണിച്ചു കൊടുപ്പാൻ. അത് നഷ്ടം വന്നതുകൊണ്ട് 30 വെള്ളിക്കാശിന്. എന്നിട്ട് ഇത് ഗുണം വന്നില്ലല്ലോ, ഗുണം വന്നില്ല. ഇവനോ ഇവന്റെ കുടുംബത്തിനോ വേണ്ടപ്പെട്ടവർക്കോ ഗുണം വന്നില്ല. ഒടുവിൽ അത് ദൈവാലയത്തിൽ കൊണ്ടെറിഞ്ഞു. അവര് പറഞ്ഞു ഞങ്ങളൊന്നും കാശ് വേണ്ട, നീ ഞങ്ങളെ
വില മതിച്ചതല്ലേ, നീ എന്തിനാ ഞങ്ങൾക്ക് കൊണ്ടുവന്നത്? ഞങ്ങൾക്ക് കിട്ടാനുള്ളവനെ കിട്ടി, ഞങ്ങൾക്ക് കാശ് വേണമെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാ പിന്നെ നിലം മേടിച്ചേക്കാണ്, രക്തനിലം അക്കൽദാന. അപ്പൊ പത്രോസ് പറഞ്ഞു ഇവൻ ഗുണമായില്ല, ഒറ്റിക്കൊടുത്തിട്ട് രക്ഷപ്പെട്ടില്ല, തൂങ്ങിച്ചാകാൻ നോക്കിയിട്ട് ഒത്തില്ല. സാധാരണ തൂങ്ങിയാൽ അവിടെ നാടുകല്ലേ ചെയ്യേണ്ടത്, ഒട്ടി താഴെ വീണിട്ടൊത്തോ കുടലെല്ലാം കൂടെ കഷ്ടമാണെന്ന് പറഞ്ഞ. അപ്പൊ പത്രോസ് പറഞ്ഞു ആ നാശപുത്രൻ നാശയോഗ്യൻ പോയ സ്ഥാനത്ത് നമുക്ക് ഒരുത്തനെ തെരഞ്ഞെടുക്കണം. നമ്മള് 12 പേരല്ലേ, ഒരുത്തൻ പോയല്ലോ. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു അങ്ങനെ നമുക്ക് ഒരുത്തനെ തെരഞ്ഞെടുക്കാൻ പ്രമാണം വല്ലോ ഉണ്ടോ? ഉടനെ പറഞ്ഞ പ്രമാണമുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ പ്രമാണം 109:8 അങ്ങനെയോ പ്രമാണം കിടക്കുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അവന്റെ അവന്റെ അധ്യക്ഷ സ്ഥാനം ലഭിക്കട്ടെ എന്ന് പറഞ്ഞാൽ 109-ാമത്തെ സങ്കീർത്തനത്തിൽ പകരം ഒരുത്തനെ തെരഞ്ഞെടുക്കാമെന്നും അവബോധത്തിൽ നിന്നും പ്രമാണമുള്ളത് കൊണ്ട് ഒരുത്തനെ തെരഞ്ഞെടുക്കാം. അങ്ങനെ മത്യാസിനെ തെരഞ്ഞെടുക്കും. അവർ ഈ മത്യാസിനെ തെരഞ്ഞെടുക്കാനുള്ള വ്യവസ്ഥ പ്രമാണവും സങ്കീർത്തന പുസ്തകത്തില്ല. അതാണ് പറഞ്ഞ സങ്കീർത്തനത്തിന് പ്രാധാന്യമുണ്ട്. അങ്ങനെ എത്ര വാക്യങ്ങള് ഇപ്പൊ ഇത്രയും കേട്ടാ മതി. ദൈവത്തിന്റെ മഹത്വം ശരി എല്ലാം ശരിയാ. 12:30 ഇപ്പൊ ഇത് കറക്റ്റല്ലേ? ഒരു 1:00-ക്ക് നിർത്തട്ടെ അതോ 1 മണിക്ക് നിർത്തണോ? എന്തേലും ഭാഗമെന്ന് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമാണ്. ഈ 180 സങ്കീർത്തനത്തിന് വേറൊരു പ്രാധാന്യം. വേറെ പുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകം 5 പുസ്തകമാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, മോശയുടെ പഞ്ചഗ്രന്ഥ മോശയില്ല എന്ന് പറഞ്ഞ പോലെ സങ്കീർത്തനങ്ങളും 5 പുസ്തകമാണ്. നിങ്ങൾ 42-ാമത്തെ സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് വായിച്ചേ. തലക്കെട്ട് അത് വാക്യമല്ലേ? അതിന്റെ മേളിലൊരു പദമുണ്ടല്ലോ, 2-ാം പുസ്തകം. 2-ാം പുസ്തകം. നമ്മുടെ പേരെന്തുവാ? ജയ്മോൾ. അപ്പൊ 1-ാം പുസ്തകം എവിടെ മുതൽ എവിടെ വരെ? 1 മുതൽ 41 വരെ 1-ാം പുസ്തകം. ഈ 42 ഹെഡിങ്ങിൽ 2-ാം പുസ്തകം. ഇനി 73 ഹെഡിങ് വായിച്ചേ. 3-ാം പുസ്തകം. അപ്പൊ 2-ാം പുസ്തകം എവിടെ മുതൽ എവിടെ വരെ? 42 മുതൽ 72 വരെ. ഇനി 90-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ് 4-ാം പുസ്തകം. അപ്പൊ 3-ാം പുസ്തകം എവിടെ മുതൽ എവിടെ വരെ? 73 മുതൽ 89 വരെ. ഇനി 107-ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് വായിച്ചേ. 5-ാം പുസ്തകം. അപ്പോൾ 4-ാം പുസ്തകം എവിടെ മുതൽ എവിടെ വരെ? 90 മുതൽ 106 വരെ. 5-ാം പുസ്തകം 107 മുതൽ 106. അപ്പോൾ ഈ 180 സങ്കീർത്തന പുസ്തകം 5 പുസ്തകമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഓരോ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രയോഗമുണ്ട്, ആമീൻ. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാ. ഓരോ പുസ്തകം തീരുമ്പോഴും 41-ന്റെ ഒടുവിൽ വായിച്ച ആമേൻ എന്നില്ലേ? ആമീൻ. അങ്ങനെ തന്നെ. എങ്ങനെ? ഞാനിങ്ങനെ പറയാം, ഇഷ്ടപ്പെട്ട ചോദിച്ചാൽ മതി. അവൻ ആചരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് വരം കളിക്കുന്ന ആമീൻ. അങ്ങനെ നന്മയിൽ ഇറങ്ങിയതിന്റെ ആവിഷ്കാരമൊക്കെ ആമീൻ. അങ്ങനെ തന്നെ. സ്തോത്രം. എല്ലാ പുസ്തകവും അവസാനിപ്പിക്കുമ്പോൾ ആമേൻ. അങ്ങനെ തന്നെ. 72-ന്റെ ഒടുവിൽ അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? ആമേൻ എന്നില്ലേ? ആമേൻ. സ്തോത്രം. 89-ന്റെ ഒടുവിലില്ലേ ആമേൻ എന്ന്? ഒരു വാക്യം മുന്നിലെ ആമേൻ. എല്ലാ പുസ്തകത്തിലും ആമേൻ. അങ്ങനെ തന്നെ. അപ്പൊ ഈ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അവിടെ ഞാൻ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല.
അങ്ങനെ പോയ ഒത്തിരി പറയും. ഈ 180 സങ്കീർത്തനത്തിൽ ഏതാണ്ട് 100 സങ്കീർത്തനവും ദാവീദ് എഴുതിയതാണ്. പിന്നെ ശലോമോൻ എഴുതിയ സങ്കീർത്തനമുണ്ട്, കോരപുത്രന്മാരുടെ ധ്യാനമുണ്ട്, മോശെ 90 സങ്കീർത്തനം അത് പ്രാർത്ഥനയാണ് അവരുടെ നിര്യാണത്തോട് ബന്ധത്തിൽ. 1 സങ്കീർത്തനവും 119 സങ്കീർത്തനവും എസ്രാ ശാസ്ത്രി എഴുതിയത് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. 91 സങ്കീർത്തനം യോശുവ എഴുതിയത് എന്നാണ് പലരും പറയുന്നത്. അങ്ങനെ ഈ സങ്കീർത്തനമെല്ലാം വളരെ പ്രയോജനമാണ്. ഈ വേദപുസ്തകത്തിലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങൾക്കറിയാം, ഈ അപ്പനും മോനും കൂടെ സങ്കീർത്തനം എഴുതിയെന്നുള്ളതാണ്. ദാവീദ് ശലോമോൻ വലിയ ഭാഗ്യമാണ്. അപ്പനും മകനും കൂടെ ഒരു ഭാഗ്യമല്ലേ. അവൻ 10-100 എഴുതി, മോൻ അത്ര എഴുതിയില്ലെങ്കിലും മോനും എഴുതി. പിന്നെ ഒടുവിൽ മോൻ നല്ല മോനായിട്ട് തന്നെ ഉള്ളി. അത് എന്നാലും രണ്ടുപേർക്കും എഴുതി, അപ്പനും മകനും. എന്റെ പിതാക്കന്മാർക്ക് പകരം നിന്റെ മക്കളെ അതൊക്കെ വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഈ സങ്കീർത്തനം ഇങ്ങനെ ധ്യാനിച്ച് പഠിച്ചാൽ നമ്മോട് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ദൈവവചനം സ്തോത്രം, ആനന്ദമുണ്ടാകും. അതെ, ഞാൻ സമയത്തെയും കൂടെ ഭയപ്പെടുന്നു. അതുകൊണ്ട് എടുത്ത വാക്യത്തോട് കൂടുതൽ കാര്യങ്ങൾ ലഭിക്കുക. നമ്മൾ ഇന്ന് പകരം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യമാണ്. ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹറോൻ മരിച്ചു. സംഖ്യാ പുസ്തകം 20-ാം അധ്യായം പഠിക്കുമ്പോൾ സഹോദരനും സഹോദരിയും രണ്ടുപേരും മരിച്ച അധ്യായമായി 20. ആദ്യം മിരിയാം മരിച്ചു, കാദേശിൽ മരിച്ചു. അതിന്റെ ഒരു ഭാഗം തന്നെ അഹോർ പർവ്വതം. അഹരോനും മരിച്ചു. അഹരോൻ മരിക്കുന്നതിന് മുന്നേ മോശയോട് ദൈവം പറഞ്ഞു, അഹരോനെ എലിയാസിനെ കൂടെ കൂട്ടി പർവ്വതത്തിലോട്ട് പോകണം. അഹരോൻ മരിച്ച് ജനത്തോട് ചേരാൻ പോവുക. നീ അഹരോന്റെ വസ്ത്രം ഊരി മകൻ എലിയാസിനെ ധരിപ്പിക്കണം, അവനെ ശുശ്രൂഷയ്ക്കായിട്ട് നിയമിക്കണം. ഈ കാര്യങ്ങളെല്ലാം മോശെ ചെയ്തു. അഹരോൻ മരിച്ച് ജനത്തോട് ചേർന്നു. ഇസ്രായേൽ മക്കൾക്ക് വലിയ സങ്കടമായി. പ്രഥമ മഹാപുരോഹിതനാണ്. അഹരോൻ മരിക്കാനുള്ളതിന്റെ അന്നേരം മരിക്കാനൊക്കെ പല കാരണമുണ്ട്. ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. ദൈവത്തിന്റെ മഹത്വം പല കാരണങ്ങളാണ്. എന്തായാലും അഹരോൻ മരിച്ചു. ഇസ്രായേലിന് സങ്കടമായി. ഇങ്ങനെ വിലപിച്ച് ഭാരപ്പെടുത്തിക്കുന്ന ഇസ്രായേലിനെ പ്രത്യാശിക്കുന്ന കൊടുമുടിയിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനയാണ് മോശയുടെ 90-ാം സങ്കീർത്തനം. വാക്യങ്ങളെല്ലാം നമുക്ക് പല വാക്യങ്ങളും മനപാഠമാണ്. അങ്ങനെ പറഞ്ഞ് വന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു 12-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ. ഇന്ന് പകൽ അല്പസമയം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു ചെറിയ വിഷയം, ദൈവമക്കൾ എണ്ണേണ്ടതായ ഒത്തിരി കാര്യമുണ്ട്. ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ എണ്ണരുത്. അതിനൊക്കെ നമുക്ക് നല്ല മിടുക്കാം. ചെറിയ വഴക്കുണ്ടാകാൻ പാടില്ലേ, എന്നെ കൊണ്ട് ചരിത്രമൊന്നും പറയിപ്പിക്കുന്നതല്ല, എണ്ണിക്കരുതെന്ന്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ കൂടുതൽ എന്നെ കൊണ്ട് എണ്ണിക്കരുത്. നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം എണ്ണ നല്ല വിരുദാണ്. പക്ഷെ നമ്മൾ എണ്ണേണ്ട ധാരാളം കാര്യമുണ്ട്. ഇതിന് പകരം 1-2 കാര്യങ്ങൾ നമുക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. നമ്മൾ എന്തൊക്കെ എണ്ണണം? ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുക, ഞങ്ങളുടെ നാളുകളെ എണ്ണണം. ഇവിടെ ഇരിക്കുന്ന സകല ആൾക്കാരും നമ്മുടെ നാളുകളെ ഒന്ന് എണ്ണണം. എത്ര നാൾ നമ്മളിവിടെ ജീവിച്ചു, ഇനി എത്ര നാൾ ജീവിക്കും? ചിലരുടെ ആ നോട്ടോ ഇരിപ്പ് കണ്ടാൽ ഈ ആഴ്ച ഞാൻ ദഹിക്കത്തില്ല കേട്ടോ. അങ്ങനെ എണ്ണി ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ആ 90 ഇരിപ്പൊക്കെ കണ്ടില്ല, ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. അതുകൊണ്ട് എണ്ണുക നല്ലതാണ്. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം, എണ്ണണം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എത്ര വർഷം ജീവിച്ചു? ഒരു കണക്ക് പറയാം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരു 80 വർഷം, ഒരു ന്യായമായ കണക്ക് തരിക. കാരണം ഒരു പ്രയോഗമുണ്ടല്ലോ, 70 ഏറെയായ 80 എന്നൊരു പ്രയോഗമുള്ളത് കൊണ്ട് ഒരു 80ന്റെ കണക്കിലെത്തുക. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ 80 കൊല്ലം ജീവിച്ചിരുന്നാൽ എത്ര ദിവസം ജീവിക്കും? ഭാഷമാരായും പറയും
എണ്ണണ്ടേ? അപ്പുറത്തെ വീട്ടിൽ എന്നാ നടക്കുന്നതെന്നുണ്ടല്ലോ, ബന്ധുക്കാരുടെ വീട്ടിൽ നടക്കുന്ന കാര്യമല്ല ഇന്ന് എണ്ണുന്നില്ലേ? അപ്പുറത്തെ സഭയിൽ എന്നാക്കിയാന്നുള്ളത് എണ്ണുന്നവരുണ്ട്. അതൊക്കെ മാറ്റിവെച്ച് ഇതൊന്നുണ്ടെങ്കിൽ അതെ എണ്ണാൻ എന്തോ മോനെ കോടതിയിൽ പറഞ്ഞത് എണ്ണുന്നതാണോ എണ്ണുകാരെന്നാണോ അവരേതാണ്ട് പറയുന്നത്. അത് ന്യായമായ കണക്ക്. ഒരു സെക്കൻഡ്, ഇതിന്റെ ഒരു സെക്കൻഡ് പറ വച്ചേ. ആ ഇങ്ങോട്ട് നോക്കൂ, അതിന് എത്ര നാണം. ഒരു സെക്കൻഡ് എത്ര സെക്കൻഡാ ഒരു മിനിറ്റ്? 60. എത്ര മിനിറ്റാ ഒരു മണിക്കൂർ? 60. എത്ര മണിക്കൂറാ ഒരു ദിവസം? 24. എത്ര ദിവസമാ ഒരാഴ്ച? 7. എത്ര ആഴ്ചയാ ഒരു മാസം? ന്യായമായ ഒരു കണക്ക്. 4. എത്ര മാസമാ ഒരു വർഷം? 12. എത്ര ദിവസമാ ഒരു വർഷം? മോളത്രയിലാ പഠിക്കുന്നേ? +2. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാം കൃത്യം പറഞ്ഞു. ഇനിയും ദൈവം ബുദ്ധി തരാം. അപ്പൊ ഒരു സെക്കൻഡ് 60 സെക്കൻഡ് ഒരു മിനിറ്റ്, 60 മിനിറ്റ് ഒരു മണിക്കൂർ, 24 മണിക്കൂർ ഒരു ദിവസം, 7 ദിവസം ഒരാഴ്ച, 4 ആഴ്ച ഒരു മാസം, 12 മാസം ഒരു വർഷം, 365 ഏകാലം 365 കഴിക്കാൻ 365 ദിവസം ഒരു വർഷം. അപ്പം 80 വർഷം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എത്ര ദിവസം ജീവിക്കും? കൂട്ടിയില്ലേ? മൊബൈലിലാണോ കൂട്ടിയതാണോ? മൊബൈലിലാണ്. അപ്പൊ 29,200 ദിവസം, 80 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ 29,200 ദിവസമായി ജീവിക്കുന്നത്. ഈ കണക്ക് തയ്ക്കാൻ വേണ്ടി ഒരു 30,000 അങ്ങ് എടുത്തു. 30,000 കണക്ക് തയ്ക്കണ്ടേ? പണ്ട് അഭിയാനും അച്ഛന്മാരും എല്ലാം കൂടെ പള്ളിക്കണക്ക് വായിച്ചപ്പം മുഴുവൻ പ്രശ്നമാണ്. അവസാനം വീട്ടിൽ നിന്ന് പോയപ്പോഴേ കൊച്ചമ്മ ബസ്റ്റിയമ്മ പറഞ്ഞു, അച്ഛാ സൂക്ഷിക്കണ, ജോർജ് വലിയ പ്രശ്നക്കാരവൻ. അവൻ പ്രശ്നം ഉണ്ടാക്കും, മറ്റവനും അവന്റെ കൂടെ ഉള്ളവനാ നല്ല. അമ്മാരെ ശ്രദ്ധിച്ചോണം കണക്ക്. അപ്പൊ ഈ പള്ളിക്കണക്കിന് കണക്കെന്നല്ല പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അവിടെ പറഞ്ഞ തിരട്ടെന്നാ പറയുന്നത്. തിരട്ട്. അവൻ കണക്കെല്ലാം പറഞ്ഞിട്ട് വന്നപ്പോ കൊച്ചമ്മ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഒരു തരത്തിലൊക്കെ പറഞ്ഞു, ഒടുവിൽ ജോട് തിരട്ടയിലാണ് വിളിച്ചെന്ന് പറഞ്ഞു. കൊച്ചമ്മ പറഞ്ഞു അവനെ ശരിയാക്കി വേണ്ടേ വരാൻ. ആ കണക്കിന്റെ തിരത്തിന്റെ അവസാനം വന്ന ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പൊ ഒരു തരത്തിൽ അച്ഛനെ ഒപ്പിച്ചോണ്ട് വന്നത് എന്ന് പറഞ്ഞതുപോലെ നമുക്കത് തികയ്ക്കണ്ടേ? 30,000 പണ്ട് പള്ളിക്കണക്ക് എഴുതി വന്നപ്പം പിരിവെല്ലാം എഴുതിയപ്പം 500 രൂപ ഒരു തരത്തിൽ അന്തർയോസ് പുണ്യാളെ മാറ്റി എഴുതാൻ 500 രൂപ ഒപ്പിക്കണ്ടേ? നോക്കിയിട്ടൊന്നും ഇത് എവിടെ ആവുന്നു കൊള്ളില്ല. അന്തർയോസ് പുണ്യാളെ മാറ്റി 500 രൂപ എഴുതാൻ. അപ്പൊ ഇതൊന്ന് ഒപ്പിക്കാൻ വേണ്ടി ഒരു 30,000 അങ്ങ് എടുക്കാം. 29,200 80 വർഷം. അപ്പൊ 30,000 ഞങ്ങളുടെ നാളുകളായി എണ്ണുവാൻ ഞങ്ങളെ എണ്ണണം. അപ്പൊ ഈ 30,000 ദിവസം നമുക്ക് കിട്ടുക. 80 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുക. ഈ 30,000 ദിവസത്തിൽ കർത്താവിന് വേണ്ടി നമ്മൾ എത്ര ദിവസം എത്ര നാള് ചെലവാക്കുന്നുള്ളതായി എന്റെ വിഷയം. നാളുകളെ ഒന്നാണ്. അതില് ന്യായമായ കണക്ക് പറയാം. ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് ഒരു മണിക്കൂർ ഒരു ദിവസം കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്ന ഡോക്ടർമാര്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒരു ദിവസം 24 മണിക്കൂറാണ്. അങ്ങനെ 24 മണിക്കൂറിൽ 8 മണിക്കൂർ 3 × 24, 3-1 ഉറക്കം. മിക്കവരുടെ ഇപ്പൊ കണ്ട് 3-1 ഉറങ്ങില്ല, ബാക്കി ഇവിടെ കൂടെ വന്നിരുന്നു ഉറങ്ങില്ല. 3-1
തീർന്നേച്ചാ വന്നത്. പിന്നെ ഇവിടെ അങ്ങനെ അല്ലെങ്കിൽ അന്തരീക്ഷം AC ഒക്കെ ഇട്ട് വളരെ ഉറങ്ങാൻ എന്ത് നല്ല അന്തരീക്ഷം. അപ്പൊ അത് നമുക്ക് വിട്ടേക്കാം 3 ലോങ്ങാൻ. അവൻ 3 ലോങ് ഉറങ്ങുക. 30,000 ദിവസത്തിൽ 3 ലോങ്. അപ്പൊ എത്ര ദിവസം ഉറങ്ങി തീർത്തു മോളെ? മോള് മാക്സിന് നല്ല പിടിക്കുക. 10,000 ദിവസം ഉറങ്ങി തീർന്നു. ആളുകളെ ഒന്ന് എണ്ണണം. അമ്മയുടെ കൈകൊണ്ട് ഇങ്ങനെ 66 രൂപയെ പിടിച്ചിരിക്കുന്ന പോലെ പോയാ പോരാ. ഇതൊക്കെ തന്നെ 30,000 ദിവസം എനിക്ക് നിങ്ങൾക്ക് ദൈവം തന്നാൽ 10,000 ദിവസവും നമ്മള് അത് ഈ ഉറക്കമല്ലാതെ കിട്ടുന്നൊരു ഗുണം വന്നോ? സ്തോത്രം. 10,000 ദിവസം അങ്ങനെ പോയി 20. ഈ 20 ഞാൻ ഈ അടുത്ത കാലത്ത് ഒരാളോട് ചോദിച്ചു, ഭക്ഷണം എത്ര നേരം കഴിക്കും? ഞാൻ ഓർത്ത് അവന്റെ ഇരിപ്പൊക്കെ കണ്ടപ്പം 2 3 പറയണം, 4 നേരം കഴിക്കും. ഞാൻ പറഞ്ഞു 4 വേണ്ടൊരു 3 നേരം എടുക്കാം. ആ 3 നേരത്തെ ഭക്ഷണത്തിന് ചിലർ നന്നായിട്ട് സമയമെടുത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. നല്ലതുപോലെ ടൈം എടുക്കും. പിന്നെ കുളി, തേവാരം, ഒരുക്കം, അതൊക്കെ പറയണ്ടല്ലോ. നല്ല ടൈം എടുക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. എന്ന് വേണ്ട ഒപ്പിച്ചയച്ചാൽ ഒരു പരുവത്തിന് വന്ന് ഇവിടെ എന്നിട്ടും അത്ര സന്തോഷം ഒന്ന് ശരി ഞാൻ പെട്ടെന്ന് ആയതുകൊണ്ടൊന്നും ഇല്ലേ? മനുഷ്യന്റെ രീതിയാണ്. പിന്നെ യാത്ര, ബന്ധുവീടുകളുടെ സന്ദർശനം, യാത്ര, കല്യാണം, അടിയന്തരം, ഇങ്ങനെയുള്ള ഒത്തിരി ചടങ്ങുകളുണ്ടല്ലോ. ഞാൻ എന്റെ കണക്കുണ്ട്, ഞാൻ കണക്കെടുത്ത് വരുന്നത്. അങ്ങനെ അതെല്ലാം കൊണ്ട് എടുത്താൽ ഒരു 15,000 ദിവസം അങ്ങനെ പോയി. ഭക്ഷണം, യാത്ര, കുളി, ദേവാലയം, മറ്റ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ടോ? വെറുതെ ഇരിക്കുക, അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ഒരു 15,000. ഉറക്കത്തിന് 10,000, ബാക്കി ചടങ്ങുകൾക്കെല്ലാം. അപ്പം 15,000 10,000 20 പോയിട്ട് എത്ര ദിവസമുണ്ട്? 80 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് പിന്നെ 5,000 ദിവസമുള്ളൂ. ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. എണ്ണണ്ടേ? ഈ 5,000 ദിവസം കിട്ടുന്ന ആർക്കാ? 80 വർഷം ജീവിച്ചിരിക്കുന്ന വ്യക്തിക്കാ. നമ്മളിൽ പലരും ജീവിതത്തിന്റെ മധ്യഭാഗത്തായ യേശുവിനെ കണ്ട്, ചിലര് ജീവിതത്തിന്റെ സായാഹ്ന വേളയോട് അടുക്കപ്പെടാ യേശുവിനെ കണ്ടേ. ചിലര് കർത്താവിനെ കണ്ട് അധികനാൾ ജീവിച്ചിരുന്നില്ല, മാറ്റപ്പെട്ടു. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മൾ എത്ര ദിവസം ദൈവത്തിന് വേണ്ടി ചെലവാകും? എത്ര മണിക്കൂർ? നമ്മൾ ഇച്ചിരി എങ്ങാണ്ട് ചെയ്ത് വെച്ച് കോവിലെ കുഞ്ഞുങ്ങളച്ചും കുറവിലെ കോഴി മുട്ടയിട്ടതുപോലെ കിടന്ന് പോക്കുക. ആന കാട്ടി പ്രസവിച്ചു, ഒരുത്തനും അറിവില്ല, വീഡിയോക്കാരനുമില്ല, മൊബൈലുകാരനുമില്ല. ആനയ്ക്ക് നല്ല വിലയുള്ളത്. നടക്ക് 4,000, മുടിക്ക് 3,000 പണ്ടത്തെ കണക്ക്. മുടിക്ക് 3,000, നടക്ക് 4,000 അന്നത്തെ കണക്ക്. ഇന്നത് ലക്ഷങ്ങളാണ്. ആ ആന പ്രസവിച്ചിട്ട് ആരും അറിയുന്നില്ല. കോഴി മുട്ട ഇട്ടേക്ക് പോക്കി പുറകെ കിടന്ന ചാവൻ എഴുന്നേറ്റു, അയാളെ പുറത്തുകൂടെ ചാടി മാന്തി കൽക്കട്ടി കറി, ഒന്നാന്തരം നെമ്മീൻ കറി വെച്ച് അതിനകത്ത് അതിന്റെ കാല് അതെടുത്ത് ദൂരെ കളഞ്ഞു. ഷോക്കേസിലിരുന്നത് തല്ലി പൊട്ടിച്ചു. ടിവിയുടെ മണ്ടയിലിരുന്ന ഫ്ലവർ, നല്ല ഫ്ലവർ ഫുള്ള് ആ താട്ടിക്കൾ ഇട്ടതത്ര 50 പൈസയുടെ മുട്ട. 50 പൈസയുടെ മുട്ട ഇട്ടേച്ച് മുടിച്ച് തേച്ച് കഴിയത്. അല്ല, അഹന്മീകരണത്തിൽ തന്നെ നടക്കുന്നത്. ആർക്കാരും ഞങ്ങൾ ട്രാൻസ് കൊടുക്കും. ഏതായാലും കൺവെൻഷനിലൊന്നും പ്രസംഗിക്കും. ഞാൻ എന്നെ പ്രതിയാക്കിയാ പറയുന്നത്. ഒരു പ്രശ്നം ഉടനെ കെട്ടിക്കൊടുക്കുന്ന തകർത്തു വാരി. എന്തോ തകർത്തു വാരി? വെളിയില്ല ഒരെണ്ണത്തിൽ. ഇവിടുത്തെ പിള്ളേർ പൊളിച്ചു. എന്തോ പൊളിച്ചു. 2-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്കുണ്ട്, സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുന്നതല്ല. നമ്മുടെ വിക്രിയകളെല്ലാം കണ്ട് ദൈവം ചിരിക്കും.
നമ്മള് കർത്താവിന് വേണ്ടി എന്തോ ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല. ഉത്തരവാദികൾ പറഞ്ഞ പോലെ നമ്മൾ കുറ്റക്കാരാ. ഇത് സന്തോഷമായ ദിവസമാണ്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അവനവൻ ശോധന ചെയ്യുക. നമ്മൾ എന്തോ ചെയ്യുന്നു, എത്ര ദിവസം ദൈവത്തിന് കൊടുക്കുന്നു. അത് തന്നെ സമാജത്തിൽ വരുന്നത് തന്നെ 10 എന്നുള്ളത് 12 കഴിഞ്ഞ ഉടനെ ഈ കടകാരം മുള്ള് ചാന്തിക്കടിയിലിരിക്കുന്നത് പോലെ. കടകാരം മുള്ള് ഉടലത്തിനറിയാം. കടകാരം മുള്ള് ആ ഭാഗത്തൊക്കെ ഉള്ളതാണ്. ഇവിടെ അതിന് പറയാം, ഇവിടെ എല്ലാം പറയാം. ആ 12 ആകുമ്പോൾ ഇങ്ങനെ അനങ്ങിയേച്ച് ബൈബിളിൽ സിമെന്റ് കാണിക്കുന്നു, കണ്ണടെടുത്ത് മടക്കി നോക്കുന്നു. നമ്മൾ കർത്താവിന് വേണ്ടി എന്തോ ചെയ്യുന്നു. അങ്ങനെ 2 ലഹരിക കൊടുത്ത തമ്പിയുടെ ഹൃദയം അവരൊന്നും നമ്മളോട് പറയുന്നത് മേടിച്ചു പറയാം, നിന്റെ ഹൃദയോദയായിരുന്നു നീ തമ്പിയുടെ ഹൃദയമായിട്ട് മനസ്സിലാതെ. ദൈവത്തിന് മഹത്വം. എന്റെ പ്രിയരെ, നമ്മൾ എന്തോ ചെയ്യുന്നത് കർത്താവിന് വേണ്ടി. നമ്മളെല്ലാം കുറ്റക്കാരല്ല. അതുകൊണ്ട് ഇന്ന് പകല് എല്ലാവരും ഒരു തീരുമാനമെടുത്ത് പോകണം. ഇനി എത്ര ദിവസം ജീവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷെ ജീവിക്കുന്നിടത്തോളം ദിവസം നമ്മുടെ നാടുകളെ ഒന്നെണ്ണി കർത്താവിന്റെ നാമത്തിന് വേണ്ടി ജീവിക്കുക. എനിക്ക് അഹങ്കരിച്ച് പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ക്ഷമിക്കണം, ദൈവത്തോട് ക്ഷമ പറഞ്ഞാൽ ഞാൻ പറയുന്നത്. എനിക്ക് ഒരു കാര്യത്തിൽ ഒരു വലിയ സന്തോഷം. എനിക്ക് ഞാന് ദൈവകൃപയെ ശരണപ്പെട്ട് മരണവീടുകളിലെല്ലാം കഴിവിന്റെ പരമാവധി പോവും. സമയം കണ്ടെത്തി ഞാൻ പോവും. അതിന് 2 കാര്യമാണ് പ്രധാനം. ഒന്ന്, പുസ്തകത്തിലെ പ്രമാണം വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ്. അതിലുപരി എനിക്കൊരു സന്തോഷം. മരണം പിടിക്കുന്ന സന്തോഷമല്ല, സന്തോഷമായ കാര്യം. എനിക്ക് എവിടെ ചെന്നാലും 2 മിനിറ്റ് തരും ദൈവമക്കൾ, ദൈവദാസന്മാർ. ആ 2 മിനിറ്റ് കൊണ്ട് ഞാൻ സുവിശേഷം ഒരു വാക്ക് ഞാൻ പറയും: യേശു ക്രിസ്തു മാത്രമായ രക്ഷകൻ, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമായ രക്ഷ. വലിയ സന്തോഷം. നിങ്ങൾ അനുകരിച്ചോ. അവിടെ ചെന്ന് വലിയ അദ്വൈതമൊന്നും പറയണ്ട. ഈ അമ്മച്ചിക്ക് എനിക്കറിയാം, ഇതുപോലെ ഈ അമ്മച്ചി മരുമകളുടെ അടുത്ത് പൊടിച്ചതല്ല. അവിടെ ചെന്നിമാണെന്ന് പറയരുത്. ഇതുപോലെ അമ്മച്ചി ഇന്നലെ മരുമകളാണ് തന്നെ ഞാൻ കണ്ടോളാം. അങ്ങനെ എന്തായാലും ഒന്നും പറയരുത്. വേണം ഇങ്ങനെ പറഞ്ഞു, എന്നോടുള്ള ബന്ധത്തിൽ ഈ അമ്മ ഒരമ്മയായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അമ്മ പൊന്നാ പാലാണെന്നും അപ്പുറത്തുകാരുമായിട്ട് അതിർത്തത്തിൽ കിടന്ന ആളെയാണ്. അവർ പറയും കാര്യം ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണമെന്ന് പറയാം. അവിടെ അവിടെ മെറ്റിലെടുത്ത് വെച്ചോണ്ടിരുന്നല്ല, ഇതിന്റെ വണ്ടിയുടെ കാറ്റടിച്ചു അറിഞ്ഞും കണ്ടുപോയി സംസാരിക്കാം. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ അധികം പറയാതെ ഒരു വാക്ക് പറ: യേശു നിന്നെ രക്ഷിക്കും. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ, മറ്റൊരുത്തരും രക്ഷയില്ല. അത് പറയാം, എവിടെയും പറയാം. അപ്പൊ നമുക്ക് ലഭിക്കുന്ന സമയം ഇനി നഷ്ടപ്പെടുത്തരുത്. നന്നായി വാങ്ങിയിടാം എന്നാലും എന്തോ നീ ഓർക്കാതെ, നന്നായി വാങ്ങിയിടാം എന്നാലും എന്തോ നീ ഓർക്കാതെ, മണ്ണായി മാറും അഴകേറും നിന്മൈ, മണ്ണായി മാറും അഴകേറും നിന്മൈ, നിർണയം ഒരു നാളിൽ നീയതു മറക്കാതെ, ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ, നീയതു മറക്കാതെ. ഞങ്ങളെ ഇന്ന് ബഹുമാന്യരായ എല്ലാ മാതാപിതാക്കളോടും ബഹുമാന്യ കർത്തദാസന്മാരോട് പറയട്ടെ, ഇന്ന് മുതൽ തീരുമാനമെടുത്ത് തിരിച്ചു പോകാമോ? കാരണം എന്റെ ജീവിതം, എന്റെ സമയമൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തി. എന്റെ നാളുകൾ വളർന്ന് ഞാൻ വെറുതെ കളഞ്ഞു. കർത്താവേ, ഇനി എനിക്ക് ലഭിക്കുന്ന നാളുകൾ, ഇനി എനിക്ക് ലഭിക്കുന്ന ദിവസങ്ങൾ, ഇനി എനിക്ക് അന്ന് വരുന്ന ദിനങ്ങൾ എന്റെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ചെലവഴിക്കുവാൻ സമർപ്പിക്കുന്നത് ഒരു തീരുമാനമെടുത്ത്
ധാരാളം കാര്യമുണ്ട് ദൈവത്തിന് പകർന്നു. ഒന്ന് രണ്ട് കാര്യങ്ങള് ഒന്ന് ചിന്തിച്ച് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് സന്തോഷം എണ്ണണം. നമ്മൾ എണ്ണേണ്ട ഒത്തിരി കാര്യമുണ്ട്. ഒന്ന്, നാളുകളെ നമ്മളൊന്ന് എണ്ണണം. ഇനി എനിക്ക് ലഭിക്കുന്ന ദിവസം എത്ര പാഴാക്കി കളയാതെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും. ആ തീരുമാനത്തോടെ. രണ്ട്, വിശ്വാസത്തിന്റെ പരിശോധന. അത് സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിയണം. ഈ പരിശോധന അല്ലെങ്കിൽ പരീക്ഷകളൊക്കെ സ്ഥിരത ഉളവാക്കാൻ 1-12 കിടപ്പോട്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ പരീക്ഷ സഹിക്കണം. പരിശോധന, പരീക്ഷ ഒരുപാട് പാടില്ലേ? പരീക്ഷ പിന്നെ ആ ചോദിക്കത്തില്ല. ഉടനെ ഒരു പ്രവാചകനെ വിളിച്ചിരുത്തി പറയും, പക്ഷേ പ്രാർത്ഥിച്ചു ഉടനെ പുള്ളി കാണടക്കുമ്പോ നമ്മള് കാണുന്നുണ്ട്. പുള്ളി ഇങ്ങനെ മുത്തനോട് തലയാക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഓ അതൊക്കെ ഇതിനകത്ത് പറയാൻ ട്രിക്കുകളാണ്. അപ്പൊ നമുക്ക് മനസ്സിലാൻ പുള്ളിയാണ്ട് ഉടനെ നമ്മൾ ഈ സഹോദരിമാര് പാവത്തിന് ആക്കട്ടോ, നിങ്ങളെ പെട്ടെന്ന് കളിപ്പിക്കാം. പോലെ പാവത്തിന് അല്ല മക്കളും പറഞ്ഞു വിലഹീന നിങ്ങൾ സമ്മതിക്കുകയല്ല, എന്നാലും വിലഹീന മാത്രം പെട്ടെന്ന് ഉടനെ പെണ്ണുങ്ങൾ പറഞ്ഞു, പക്ഷെ എന്തെങ്കിലും കണ്ടോ ചില വിഷയങ്ങളുണ്ട്. അത് നമ്മൾ പറഞ്ഞ എന്തിനെന്ന് ചോദിക്കില്ലേ? എന്റെ പ്രിയരെ, വിവിധ പരീക്ഷകൾ നമുക്കുണ്ട്. പരീക്ഷകൾ വരും. കൊച്ചുപദേശിയോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, അപ്പച്ച എപ്പോഴൊക്കെയാ പരീക്ഷ? ഉടനെ പുള്ളി എഴുതി, പകലിലും രാവിലും പരീക്ഷകൾ വരും, ഉറങ്ങി കിടന്നാലും പരീക്ഷിക്കും. മറുപടിയാ, പകലിൽ പരീക്ഷ വരും, രാത്രിയിൽ പരീക്ഷ. അതിനൊക്കെ നമുക്ക് സഹിക്കാം. അടുത്ത് തന്നെ. അപ്പൊ ഞാനൊരു അമ്മയോട് ചോദിച്ചു, അമ്മേ ഉറങ്ങി കിടക്കുമ്പോൾ എന്തോ അമ്മയെ പരീക്ഷ? ആവശ്യമില്ലാത്ത ഞാൻ കാണുന്നത് ഞാൻ അവർക്ക് നാളെ ഞാൻ വിളിച്ചു പറയും. ഉറങ്ങി കിടന്നാലും അതിന് ചെറിയ ഉദാഹരണം പറയാം. ഉണക്കുണ്ടാക്കരുത്. ഭർത്താവ് രാവിലെ വീട്ടിൽ ജോലിക്ക് പോയി. ഇവിടെ കടലിൽ ജോലിക്ക് പോകുന്നവരല്ലേ, ബിസിനസ് അല്ലെ, കമ്പനിയിലെ അല്ലെ, വണ്ടി ഓടിക്കുന്ന ആളല്ലേ, ഓഫീസില് അല്ലെ, എറണാകുളത്ത് ജോലി ചെയ്തു ആയിക്കോട്ടെ. ഏത് ജോലിക്കും അതിന്റെ ബന്ധപ്പാടും പ്രയാസമുണ്ട്. ചെല്ലു ധരിച്ചേക്കുന്ന സുവിശേഷതയിലേക്ക് കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമായിരുന്നു. ഇത് നന്നായിട്ട് ചെയ്തെങ്കിൽ അതിനും വലിയ. പിന്നെ എന്നോട് ഈ പാവക്കുട്ടി പറഞ്ഞു, എന്റെ അനീഷ ശനിയാഴ്ച ആകുമ്പോൾ ഇതിലെ ഒരു തീയാണ്, ഇതിലെ ഒരു തീ. ഞാൻ ചോദിച്ചു, ആത്മാവില്ല? ഓ, ആത്മാവിലൊന്നുമല്ല. ഞായറാഴ്ച ഇവന്മാർ എന്നതൊക്കെയാ ഒപ്പിക്കുന്നത്. ഞായറാഴ്ച അല്ലേ സകല എണ്ണവും വന്ന് സാക്ഷി പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അതുകൊണ്ട് ശനിയാഴ്ച ആകുമ്പോൾ ഇതിലേ ഒരു. ഞാനൊന്നും കഴിക്കുന്നില്ല, വൈകിട്ടും കഴിക്കുകയില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ പറഞ്ഞ ശബ്ദം ഉയർത്താനാ. പുള്ളി പ്രാർത്ഥിക്കില്ല, ആ വളയ്ക്കണം. ഞായറാഴ്ച ഒറ്റ ഒരുത്തം പോലും വിട്ടാൽ
പുസ്തകത്തിൽ പറഞ്ഞ ഉറക്കം വിളിക്കാൻ അടങ്ങിയിരിക്കുന്നത് രാവിലെ പറഞ്ഞ് ഞാൻ എന്റെ ശബ്ദം ഉയർത്തി എന്നെ അന്നേരം ബാബുക്കുട്ടി പറയാൻ എഴുതാന്നാണ് ഞാൻ മിണ്ടിയാൽ അങ്ങനത്തൊക്കെയാണ്. അപ്പം ഉറങ്ങിക്കിടന്നാലും പ്രതീക്ഷിക്കും. ഉദാഹരണം, ഭർത്താവ് രാവിലെ പോയി ജോലിക്ക് പോയി, ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ ക്ഷീണിച്ച് തിരക്കും ടെൻഷനും ജോലികളെ ഒക്കെ ആയിട്ട് വളരെ ക്ഷീണിച്ചാ വരുന്നത്. അപ്പൊ ചില സ്ത്രീകള് അത് ന്യായമാണ്. ഹലോ എവിടായി? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കും. എവിടെ? ഞാൻ പോളാട്ടി പാലം. പാലം ഇച്ചിരി കഴിയുമ്പോ പിന്നെ വിളിക്കും, നിങ്ങളെവിടായി? ഞാൻ പാലം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാലത്തിനിടയ്ക്ക് നിന്നോ? ഞാൻ ബ്ലോക്ക് ആയതുകൊണ്ട് നിങ്ങൾ വരുമ്പോ മാത്രമേ ബ്ലോക്ക് ഉള്ളൂ. കാരണം ഇതിങ്ങനെ റഡാറും ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എവിടായി? ഇപ്പൊ ഞാൻ അണമാലിലായി. വരുമ്പോ ചില പാലൂടെ പാല് മേടിച്ചോണ്ട് എവിടായി? ഞാൻ വീടിനടുത്താണ്. ആ കൊച്ചിന് ബിസ്ക്കറ്റ് ഇല്ല, ബിസ്ക്കറ്റ് കൂടെ ടൈഗറിന്റെ അത് നിന്ന് ഇവരും പുലിയപ്പെടുന്ന ടൈഗറിന്റെ കൊടുത്ത് നമ്മുടെ കണ്ടു കൊടുത്ത് ടൈഗർ കൊടുത്തു. അപ്പൊ ഇതെല്ലാം ചെയ്താലേ വീട്ടിലോട്ട് വരുമ്പോ ചിലപ്പോ തിരക്കും പത്തമാറുമായി പുള്ളി കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പുള്ളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചേച്ച് ക്ഷീണം കാണും. പെട്ടെന്ന് അങ്ങനെ കിടന്ന് ഉറങ്ങിയെന്ന് വരാം. ഭാര്യമാർക്ക് അങ്ങനെ ഒക്കത്തില്ല. അവരുടെ ഭക്ഷണം എല്ലാം പിള്ളേർക്ക് കൊടുത്ത് എല്ലാം ക്രമീകരിച്ച് അടുക്കളയിൽ നല്ല സ്ത്രീകൾ അടുക്കളയൊക്കെ ഒന്നുകൂടെ തൂത്ത് തുടച്ച് ബാക്കി വന്ന് ഇന്നത്തെ രീതി അനുസരിച്ച് ഫ്രിഡ്ജ് വെക്കേണ്ടതുണ്ടെങ്കിൽ അത് വെച്ച് ചില ഫ്രിഡ്ജിൽ ആ കർക്കടിയോട് എടുത്ത് വെക്കുന്നതാണ്. അല്ലെങ്കിൽ വേറൊരു ചെറിയ പാത്രത്തിലോട്ട് ആക്കി വെക്കാനുള്ള ഞങ്ങളുടെ വീട് ഞാൻ എപ്പോഴും വഴക്കുണ്ടാകും. അവർക്ക് വലിയ ചെമ്പെടുത്ത് കുടിക്കാത്ത കാലാകാണ്. ഇല്ല അവർ ചെമ്പോടെ വിളിച്ച് ഞാൻ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ അടുക്കിൽ കിടക്കുന്ന സ്ത്രീകളെ ആ ബാക്കി വരുന്നത് പാത്രത്തിലൊക്കെ ആക്കി ഇല്ല അങ്ങനല്ലേ ഫ്രിഡ്ജ് വെച്ച് പാത്രം ഒന്ന് കഴുകി പോക്കുന്നെങ്കിൽ ആ പാത്രമൊക്കെ ഒന്ന് ഉടച്ച് വൃത്തിയാക്കി അതൊക്കെ ജീവിതത്തിന്റെ ക്രമം. ഞങ്ങൾക്കൊരു ധാരാളമുണ്ടായി. ഒരിക്കൽ ഞാൻ അവര് ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് പോയി ശുശ്രൂഷിച്ച് അവിടെ പാർത്തു. സഹായം കൂടെ കഴിഞ്ഞേ പോരുള്ളൂ. ശനിയാഴ്ചയാണ് വിളിച്ചത്. നമ്മുടെ ടി.എം. തോമസ് കുട്ടി പാസ്റ്റർ ഗ്രന്ഥമാണ് പണ്ടമേട് സാറാണ്, ജേക്കബ് സാറാണ്, പാളാടി കൊച്ചായന്റെ അനിയന്റെ മകളാണ്. നമ്മുടെ ചങ്ങനാശ്ശേരി ലിജോയുടെ അമ്മായിയമ്മ, ലിജോയുടെ അമ്മായിയമ്മ, ലിജോയുടെ ഭാര്യ വേറെയുടെ അമ്മ പണ്ടമേട് സാറാണ്. വളരെ നല്ല ദൈവങ്ങളുണ്ട്, ദൈവരാശി. അവര് ശുശ്രൂഷിച്ചെടുത്ത് ഞാൻ ശനി പകുതി ശുശ്രൂഷിച്ച് രാത്രിയോടെ വിശ്രമിക്കുക. ഞായറാഴ്ച സഭായും കൂടെ കഴിഞ്ഞേ പോയുള്ളൂ. അപ്പോൾ ഭക്ഷണം ഞങ്ങൾ ശനിയാഴ്ച രാത്രി ഞാനും ജേക്കബ് പാസ്റ്ററും കഴിയും. ഞങ്ങൾക്ക് വിളമ്പ് തന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുക്കള പ്രാർത്ഥന അങ്ങനെയുള്ളതാണ്. ഈ പ്രാർത്ഥന അത് കഴിഞ്ഞ് പുള്ളിക്കാരി വന്നപ്പോൾ ഞാൻ ചോദിച്ചെന്നെ അത് ഞാൻ എന്നും പ്രാർത്ഥിക്കും. അപ്പൊ എനിക്ക് ജിജ്ഞാസ അതെന്റെ അമ്മ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു പറഞ്ഞേ അത് അമ്മച്ചി ഇപ്പോഴും ഉണ്ട്, 94 നല്ല മിടുക്കിയ കണ്ണാടിയില്ലാതെ വാക്യം വായിച്ചു തരും. ഇപ്പൊ പ്രസംഗിക്കാരും ഇടതുവരി കിടക്കുന്ന വളയൊന്നുമല്ല, പടപടാനാ നിൽക്കുന്നത്. ഇപ്പോഴും അടുത്ത കാലത്ത് ഞാൻ ബോഡി യോഗത്തിന് ചെന്നപ്പം സ്റ്റേജിൽ ഞാൻ പറഞ്ഞ ഓഡിയൻസിന്റെ അവിടെ നിന്ന് മൈക്കൊന്നും വേണ്ട, മൈക്ക് ശബ്ദത്തിൽ ബൈബിള് വായിച്ചു തീർക്കാം. ആരാധനയ്ക്കൊന്നും കാണുകയൊക്കെ ചെയ്യേണ്ടതാണ്. അമ്മയുടെ മകളാണ്. അപ്പൊ പറഞ്ഞ് അമ്മച്ചി ചെയ്യുന്നത് എല്ലാ ദിവസവും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പണ്ട് മുതലേ എല്ലാം ക്രമീകരിച്ച് കിടക്കുന്നതിന് മുന്നേ അടുക്കളയിൽ പറഞ്ഞപ്പോൾ തലയെ തുണിയില്ല കണ്ണിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. അതിന് കാരണം ദൈവമേ ഈ അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഭക്ഷണം ദൈവം താങ്കളുടെ സ്തോത്രം
അത് പാകപ്പെടുത്താനുള്ള ആരോഗ്യം എനിക്ക് തന്നല്ലോ. അത് വലിയ അപാകത കൂടാതെ ഉണ്ടാക്കി ഭർത്താവിനും മക്കൾക്കും വീട്ടിൽപ്പെട്ടവർക്കും അവരുടെ ഇഷ്ടാനിഷ്ടം അനുസരിച്ച് കൊടുക്കാൻ കൃപയും തന്നല്ലോ. ഈ അടുക്കളയിൽ പെരുമാറിയപ്പോൾ തീ കൊണ്ട് പൊള്ളലേൽക്കാതെയും കത്തുകൊണ്ട് മുറിവേൽക്കാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയപ്പോ ഉരുണ്ടി വീഴാതെയും ദൈവം സൂക്ഷിച്ചല്ലോ. അത് നല്ല മാതൃകയല്ലേ? ഇത് അടുക്കളയിൽ രാത്രി പ്രാഗിയാക്കണം കിടക്കാൻ പോകുന്നത് മാവ് ഞാൻ അടച്ചത് പ്രാഗി വന്നാ കിടക്കുന്നത്. വെളുപ്പിന് ഇങ്ങനെ ഇവന് പടക്കെല്ലാം ഉണ്ടാക്കാൻ ഇനി മൃഗനെയാ ചിലരങ്ങനെ എത്ര നല്ല ആലോചന വന്ന അന്നേരം കെട്ടിയെടുത്ത് കുടുംബം തന്നെ ആ രണ്ടക്കാരൻ പേര് വന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. കണ്ണിന് ചെല്ലുന്ന നീ മറക്കാനായതുകൊണ്ട് ഇപ്പോഴും ജീവനോട് അപ്പൊ ഈ സാധാരണ കർത്തദാസി എന്നും പ്രാർത്ഥിക്കും. ഞാനത് മിക്കടത്ത് പ്രസംഗിച്ചു. നല്ല മാതൃകയാണ്. അല്ല ഇന്ന് മുതൽ നിങ്ങൾ വന്നിരുന്ന് ചെയ്യുന്നേ ഒന്ന് ചെയ്യുന്നേ. അനേകം വീടുകളിൽ അടുക്കളയിൽ തിന്നുകളെല്ലാം കാര്യമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് തിന്നിനകത്ത് ചെറിയ ഉണ്ടല്ലോ. അനേകത്തെ കിട്ടിയാൽ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്, ഇല്ല കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തരും, അവസരം തരുന്നില്ല. അധികമായി നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള നല്ല നല്ല സ്ത്രീകൾ ഉണ്ട്, ധാരാളം നല്ല ആൾക്കാർ ഉണ്ടെന്ന്. നമ്മൾ പക്ഷെ കൂടുതൽ കുഴ തെറ്റിയതിനെ എല്ലാം കണ്ടതുകൊണ്ട് എല്ലാം ഇങ്ങനെയാണ് വരുന്നത്. നല്ല ആൾക്കാർ ഇഷ്ടംപോലെ, നല്ല സഹോദരിമാരും സഹോദരന്മാരും ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഒരു ചേച്ചി. അപ്പൊ ചിലര് ക്ഷീണം കൊണ്ടങ്ങ് കിടക്കില്ല. അപ്പൊ ഭാര്യ അടുക്കള ജോലി എല്ലാം കഴിഞ്ഞ് വളരെ ബന്ധപ്പെട്ട് ഇങ്ങോട്ട് ബെഡ്റൂമിലോട്ട് വരുമ്പം കൂർക്കം വരച്ച് മോട്ടർ ഫിറ്റ് ചെയ്തോ. അപ്പൊ ചില സ്ത്രീകളും ഞങ്ങൾ പിന്നെ അടുപ്പായതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ പുല്ലിട്ടില്ല. ചില സ്ത്രീകളും പിള്ളേരുടെ ഫീസ് കൊടുത്തിട്ടില്ല, 4000 ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും. എന്നെ പ്രിയരെ, വിവിധ പരീക്ഷകൾ നമുക്കുണ്ട്. പകലിൽ പരീക്ഷ വരും, രാത്രിയിൽ പരീക്ഷ വരും, ഉറങ്ങിക്കിടന്നാലും പരീക്ഷിക്കും. അപ്പൊ ചോദിച്ചു, അപ്പത്തെ ആരൊക്കെയാ പരീക്ഷിക്കുന്നത്? കുറെ എഴുതി, പാപം പരീക്ഷിക്കും, ലോകം പരീക്ഷിക്കും, സാത്താൻ പാപം പരീക്ഷിക്കും, ലോകം പരീക്ഷിക്കും, സാത്താൻ ബന്ധുക്കൾ മധ്യാജനം. ദർബാരങ്ങൾ തട്ടും തീരാമോനെ ചോടി തലത്തിലെ പരീക്ഷകൾ. ദർബാരങ്ങൾ തട്ടും ദർബാരങ്ങൾ തട്ടും തീരാമോനെ ചോടി തലത്തിലെ പരീക്ഷകൾ. നിങ്ങളുടെ പരീക്ഷകൾ ശോധന, വിശ്വാസത്തിന്റെ പരിശോധന. അബ്രഹാമിന് പരിശോധന വന്നില്ലയോ? ഒരു രാത്രി ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ സ്നേഹിക്കുന്നത് ഏകജാതനാകുന്ന ഇസ്ഹാക്കിനെ തന്നെ പറയാൻ കാര്യം. രാവിലെ ആണ് തന്നെ ഇസ്മായിലിനെ കയറി പിടിക്കരുത്. അവനെ കയറി പിടിക്കാൻ സാറാൻ പറയാം, അവനെ കണ്ടിച്ചോ, കണ്ടിക്കാൻ പോകണ്ടല്ലോ. അങ്ങനെയാണ് അബ്രഹാം തെറ്റരുത്, ഇസ്ഹാക്കിനെ തന്നെ. അരുളപ്പാട് കേട്ട ഞാൻ പറഞ്ഞ അടങ്ങി കടന്നില്ല. അധികാരത്തിൽ എഴുന്നേറ്റ് ആ കടലിക്ക് പോകപ്പെട്ട് ബാല്യക്കാരൻ തന്നെ മകൻ ഇസ്ഹാക്കിനെ കൂട്ടി കീറി ഒഴുക്കിയ വിറകും ആയുധമൊക്കെ എടുത്ത് നേരെ പോകാം. ദൈവം പറഞ്ഞെടുത്തോട്ട്. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി യാഗം കഴിക്കരുതെന്നാ പ്രമാണം. നിനക്ക് ഇഷ്ടമുള്ളിടത്തൊന്നും യാഗം കഴിക്കരുത്, ദൈവം വെച്ച പ്രമാണോ. അപ്പനും മകനും കൂടെ പോവുക. ദൂരെ വെച്ച് അബ്രഹാം ആ സ്ഥലം കണ്ടു. ഉടനെ ബാല്യക്കാരൻ പറഞ്ഞു, നിങ്ങളിവിടെ ഈ ബാല്യക്കാരുമായിട്ട് പോയാൽ ആരാധന ചെയ്യാറില്ല. അത് വേർപാടിനെ കാണിക്കുന്ന. അകത്ത് നിർത്തേണ്ടവനെ അവിടെ നിർത്തണം, പർവ്വതത്തിന്റെ കീഴിൽ നിർത്തേണ്ടവനെ അവിടെ നിർത്തണം.
വേർപാടില്ലാത്തവരെ കൊണ്ടുപോയ ആരാധന ശരിയാകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ബാല്യമായിട്ട് ഇവിടെ ഇന്നത്തെ നമ്മുടെ ഇസ്ലാമിന്റെ മോനെ കഴുതി കുമ്മ കൊടുത്താൽ ആദ്യം ഇനി കാണുമെന്ന് അങ്ങനെ കഴുതി അന്തിയോപനം കൊടുക്കുന്ന ഒത്തിരി എണ്ണം. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോ ഒരു ഉമ്മ കൊടുത്തല്ലേ, അത് കഴിയുമ്പോ തങ്ങുന്നു കിടക്കും. തള്ളവിട്ട് പിടിച്ച് മോന്ത വരയ്ക്കണം. ജീവിച്ചിരിക്കുമ്പോ തള്ളക്ക് വെള്ളവും കൊടുക്കുക, അപ്പനെ അന്വേഷിക്കത്തില്ലോ. ഒരു വിദ്യത്തിന് ഓരുമുണ്ട്, ഒരു കുഞ്ഞോണ്ട് ഓർക്ക് പോലും കത്ത് കിടക്കുമ്പോ തങ്ങുന്നു കിടക്കും. നേരെ തന്നെ പിടിച്ചു വിദ്യ കണ്ട വിദ്യയാട്ടം ഉമ്മ വൈകിട്ട് വൈകിട്ട് പലകാലം ഞാനങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. അബ്രഹാം മകനുമായിട്ട് മോറിയാവിലോട്ട് പോവുകയാണ്. ഇടയ്ക്ക് ചെറുക്കൻ ചോദിച്ചു, അപ്പച്ചാ കത്തിയും പറഞ്ഞ പോക്കിയുണ്ട് ആട്ടുകുട്ടി. ഇന്നത്തെ ഞാൻ പറയാം, നീ എന്നെ ടെൻഷൻ എടുപ്പിക്കരുത് കേട്ടോ. ഞാൻ ഒന്നാമത്തെ സമാധാനം തെറ്റി മഴ കയറിക്കൊണ്ട് അബ്രഹാം പറഞ്ഞ ദൈവം കരുതുമെന്ന് അവർക്ക് വേണ്ടി ദൈവം കരുതുന്നു. തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതുന്നു. ദൈവം കരുതുമല്ലോ. ഓ ഇതേ ചെറുക്കനെ കയ്യും കാലം കെട്ടിട്ട് കത്തിനോട്ട് എടുത്തപ്പോഴേ കർത്താവ് ഞായറാഴ്ച കണ്ടിക്കരുത്. പണ്ടൊക്കെ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്, പുസ്തകം വായിക്കാനായി എല്ലാവരും മറന്ന് കേട്ടണം. അപ്പോഴാണ് കത്തി എടുത്തിങ്ങനെ വീശി. ഇപ്പൊ നമുക്ക് അബ്രഹാം കത്തിയെടുത്ത് ഹാലൂയല്ലോ ഇമാം വിളിച്ച പെണ്ണുങ്ങളോട് അബ്രഹാം അങ്ങനെ വീശുവൊന്നുമില്ല, കത്തിയെടുത്തു. കത്തിയെടുത്തപ്പോഴേ കർത്താവ് ഞായറാഴ്ച കണ്ടിക്കരുതേ. കർത്താവിന് മനസ്സിലായി അവരാജൻ ഇപ്പൊ കണ്ടിരിക്കും. പൂർണ്ണ സമർപ്പണം, വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുണ്ടാക്കുക. നോക്കിയപ്പം ഒരാട്ടിൻകുട്ടി, ഇസ്ഹാക്കിന് പകരമായിട്ട് ആട്ടിൻകുട്ടിയെ ത്യാഗം കഴിച്ചു. ഈ വിഷയം ജ്ഞാനമായിട്ട് ദൈവം അംഗീകരിച്ചു. ഇസ്ഹാക്കിനെ അർപ്പിച്ചതായ ലേഖനം 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. വായിച്ച 11-ാം അധ്യായത്തിന്റെ 17 മുതൽ പെട്ടെന്ന് വായിച്ചു. പുസ്തകം 22 ഇസ്ഹാക്കിനെ കണ്ടിച്ചതായിട്ടില്ല. പക്ഷെ ആ സംഭവം ദൈവം അങ്ങ് അംഗീകരിക്കും. അംഗീകരിക്കാൻ കഴിയുന്ന ദൈവം യാഗം കഴിക്കാമെന്നവന്റെ ഹൃദയം നോക്കിയപ്പോൾ പൂർണ്ണ സമർപ്പണം. ദൈവ ഹൃദയമാണോ? ഹൃദയത്തിലോട്ട് നോക്കിയപ്പോൾ പൂർണ്ണ സമർപ്പണം തുടങ്ങിയ അതാണ് യാഗം അർപ്പിച്ചത്. ഒന്നുകൂടെ ഉണ്ടാക്കി വാക്യം. ഇസ്ഹാക്കിന് ജനിക്കുന്നവർ നിന്റെ സന്തതിയിൽ വിളിക്കപ്പെടുന്നത് അപ്പോൾ ലഭിച്ച വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ അർപ്പിച്ചു. വീണ്ടും എഴുതി അർപ്പിച്ചത്. അപ്പൊ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. സ്വർഗം ഇത് അംഗീകരിച്ചു. ഈ പഴയ നിയമവും പുതിയ നിയമവും പ്രതിരൂപ സ്വരൂപങ്ങളാണ്, നിഴലും പോലുള്ള. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോ അബ്രഹാം പിതാവായ ദൈവത്തിന് നിഴല, ഇസ്ഹാക്ക് യേശുക്രിസ്തുവിന് നിഴല, റിബേക്ക സഭയ്ക്ക് നിഴല, എലിയാസർ പരിശുദ്ധാത്മാവിന് നിഴലായിട്ട പഠിപ്പിക്കുന്ന വലിയ തെറ്റൊന്നുമില്ല. പുതിയ കുളഞ്ഞന്മാർ അതിനകത്ത് കുരുക്കൊക്കെ കണ്ടുപിടിക്കുന്നവരുണ്ട്. കുരുക്കുകാരവിടെ ചെന്നാലും അപ്പൊ അങ്ങനെ നിഴലും പൊരുളമായിട്ട് പഠിക്കുമ്പോ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചത് ക്രിസ്തുയേശു 40 കളിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് മരിച്ചതിന് തെളിവാണ്. നിഴല. അപ്പൊ ആ നിലയിൽ പഠിച്ചാൽ ഇസ്ഹാക്ക് മരിച്ചു. അങ്ങനെ ചിന്തിച്ച് എത്രാം അധ്യായത്തിലാണ് മരിക്കുന്നത്? 22 ഇസ്ഹാക്കിന്റെ കല്യാണം അധ്യായത്തിലാണ്. ആ കല്യാണത്തിന് പോയില്ലെന്നറിയാം, പുസ്തകത്തിലുണ്ട്. പക്ഷെ ഞാൻ കല്യാണത്തിന് പോയില്ല. നാളെ മാറിയ ഡേറ്റ്
24 ആയിരിക്കുമെന്നൊന്നും അല്ല, 24. ഇസഹാക്കിന്റെ മരണം 22, കല്യാണം 24. ഇസഹാക്ക് മരിച്ചത് യാഗം യേശുവിന്റെ കാൽവരി മരണത്തിന് തലല്ല. അവ 22 മരിച്ചു. അധികം താമസിക്കാതെ 24 കല്യാണം. കാരണം 22 മരണം ഇസഹാക്കിന്റെ, 23 ഇസഹാക്കിന്റെ അമ്മ സാറ മരിക്കും. 23 അടുത്ത അധ്യായം 24 ഇസഹാക്കിന്റെ കല്യാണം. എന്ന് പറഞ്ഞാൽ 22 ഇസഹാക്ക് മരിച്ചു, അധികം താമസിക്കാതെ 24 കല്യാണമാണ്. കാൽവരിയിൽ യേശു മരിച്ചു. ദൈവത്തിന്റെ ഒരു ദിവസം ഒക്കെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അധികം താമസിക്കാതെ കല്യാണം നടക്കാം. ആത്മീയ വശം കിടക്കുന്നത് അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ചു അല്ലെങ്കിൽ മരിച്ചു. ഇസഹാക്ക് ഉയർത്ത ഇസഹാക്കിനെ കൊണ്ട് അബ്രഹാം, അത് അബ്രഹാം എന്ന് വായിക്കുന്നത് അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ ഉയർത്തു. അവ ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുന്നത്. അപ്പം ഉയർത്ത ഇസഹാക്കിനെ കൊണ്ട് അബ്രഹാം വീട്ടിലോട്ട് വരുമ്പോ കേൾക്കുന്ന വാർത്ത എന്താണെന്നറിയാമോ? ഒരു വാർത്തയാണ്, നല്ല വാർത്തയാണ്. ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം വീട്ടിലോട്ട് വരുമ്പോ കേൾക്കുന്ന നല്ലൊരു വാർത്ത. ബെഥൂവേലിന്റെ വീട്ടിൽ റിബേക്ക ജനിച്ചു. ആ 23 തൊട്ടുപേരിൽ ഒരു ചെറിയ കണ്ണിലുണ്ട്. അമ്മാമേ അത് വായിച്ചേ. അനന്തരം മിൽക്കയും തന്റെ സഹോദരനാകുന്ന നാഹോറിന്റെ മക്കളെ പ്രസവിച്ചു വന്ന അബ്രഹാമിന് വർത്തമാനം. അവരാരെന്നാൽ ആദിരാമൻ മൂസ, അവന്റെ അനിയൻ മൂസ, കെമൂവേല്, ബെഥൂവേൽ റിബേക്കയെ ജനിപ്പിച്ചു. കണ്ടോ? ബെഥൂവേൽ റിബേക്കയെ, ആ റിബേക്കയായി ഇസഹാക്ക് വിവാഹം ചെയ്യുന്നത്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ഇസഹാക്കുമായിട്ട് അബ്രഹാമിനോട്ട് വരുമ്പോ കേൾക്കുന്ന വാർത്ത, ബെഥൂവേലിന്റെ വീട്ടിൽ റിബേക്ക ജനിച്ചു. യേശു ഉയർത്തു, മരിച്ചു. 3-ാം നാൾ ഉയർത്തു. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. 40 ദിവസം സ്വർഗത്തിലേക്ക് അവിടുന്ന് പോയി. 50 ദിവസം പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് യാതൊരു ഒറ്റ പ്രസംഗം. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ റിബേക്ക ജനിക്കുക. 3000 പേര് ആ വാർത്തയല്ലേ. റിബേക്ക അവിടെ ജനിച്ചെന്ന് അബ്രഹാമിന് വർത്തമാനം കണ്ടു. അടുത്ത അധ്യായം 24 റിബേക്കയെ വെളിപ്രദേശത്ത് വെച്ച് ഇസഹാക്ക് കൈക്ക് പിടിച്ച് കൂടാരത്തിലോട്ട് കൊണ്ടുപോവുക. യേശു മരിച്ചു. തിരുവഴുത്ത് പറഞ്ഞ പോലെ 3-ാം ദിവസം ഉയർത്തു. 50-ാം ദിവസം പരിശുദ്ധാത്മാവ് വന്നു. ആ ദിവസം അവർ തുടങ്ങി. അത് ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നു. അധികം താമസിക്കാതെ അവർ തിരുസഭയെ കൂടാരത്തിൽ ചേർക്കാൻ പോകുക. വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരമുണ്ടാക്കുന്നതാണ്. നമുക്കുള്ള ഉറപ്പെന്നാണെന്നറിയാമോ? യേശു വീണ്ടും വരും. തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കും. വായിക്കുന്നത് ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിന്റെ കൂടെ ഇരിക്കും. ഈ മരങ്ങളെ കൊണ്ട് അന്യോന്യം കരമുയർത്ത് ദൈവത്തെ നമുക്ക് വൈകിട്ട് സംസാരിക്കാം. 1:30 5 മിനിറ്റ്. ചിലർക്ക് എന്നെ പറ്റി ഒരു ധാരണ കൊണ്ട് അയാൾക്ക് ബോധവും വെളിവും ഉള്ളവനല്ല. 1 പറഞ്ഞാൽ 2 2 പറഞ്ഞാൽ ചില ബോധക്കേട് എനിക്ക് ഉണ്ട്. എന്നാൽ ഇന്ന് അത്രവും ഇല്ല. അപ്പൊ അതുകൊണ്ട് 1:30 5 മിനിറ്റ് ഇപ്പൊ പ്രാർത്ഥിക്കാൻ വൈകിട്ട് നമുക്ക് ഒരു 5 മണിക്ക് കൂടുകയാണെങ്കിൽ ഒരു നടത്തിപ്പ് പോലെ ചെയ്യാം. ഞാനിവിടെ ഉണ്ട്. ദൈവം അനുവദിച്ച. അപ്പം ഞാൻ ഒരാഴ്ച പോയിട്ടില്ല, കൺവെൻഷന് വേണ്ടി പോകല. അപ്പൊ തിരിച്ച് ദൈവം എന്നെ ക്ഷേമത്തോടെ നിങ്ങൾ പോകരുത്, എല്ലാവരും വരെ മുട്ടായി തരാത്ത കഴിച്ചേച്ച് പോകാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.